പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. നിങ്ങൾ കാണുന്നത് VPS ലേക്ക് ഷോർ പ്രസൻസ് SKN40 തുടരുകയാണ്. ഇത് നമ്മൾ എടരിക്കോട് വന്നിരിക്കുക. എടരിക്കോട് PKMHS ആണിത്. ഈ PKMHSൻ്റെ ഒരു പ്രത്യേകത, ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ SLC എഴുതിയതും ഇവിടെയാണെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, അപ്പം അത്തരം ഒരു സ്കൂളുകളിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. മക്കളെ, എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളെ കുട്ടികൾക്ക് ഫുൾ A+ കിട്ടിയ കുട്ടികൾക്ക് പഠിക്കാനുള്ള +2 ബാച്ച് വിടില്ല. ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ഞങ്ങളുടെ സ്കൂളിൽ നിന്നും SLCക്ക് ഫുൾ A+ വാങ്ങി പാസ്സായി വരുന്ന കുട്ടികൾക്ക് പഠിക്കാനുള്ള +2 ബാച്ച് ഞങ്ങൾക്കില്ല. എത്ര സ്ട്രെങ്ത് ഇവിടെ കുട്ടികൾ ടോട്ടൽ കുട്ടികൾ സ്കൂളിൽ? 7000-ലധികം കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അത് ഏറ്റവും കൂടുതൽ കുട്ടികൾ പ്രിൻസിപ്പൽ ഇവിടെ ഞങ്ങളുടെ മാനേജർ. നമസ്കാരം സാർ, ഞങ്ങളുടെ പേര്? ഞാൻ മുഹമ്മദ് സാർ. ഞങ്ങളുടെ സുധീഷ്, ഇത് ഞങ്ങളുടെ മാനേജറാണ്. അല്ല, ഈ നമ്മുടെ ഇത്രയും വലിയ സ്ട്രെങ്ത് വേറെ സ്കൂളിൽ കേരളത്തിലില്ല, ഏഷ്യയിലില്ല. പൊതുമേഖലയിൽ ഇത്രയും കുട്ടികൾ പഠിക്കുന്ന ഏഷ്യയിൽ തന്നെ ആദ്യത്തെ സ്കൂളാണ്. 7500 കുട്ടികൾ പഠിക്കുന്നുണ്ട് ടോട്ടലി. ഓരോ വർഷം ഡിപ്പെൻഡിങ് ദ ഇയർ ആണ്. 9000 വരെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ ഷോർട്ടാക്കി കൊണ്ടുവന്നിട്ട് ഇപ്പോൾ 1500 ഉണ്ട്. 9000 കുട്ടികളെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഉണ്ടോ? അത്രയും ബിൽഡിംഗ് ഉണ്ട്, സൗകര്യമുണ്ട്, അക്കോമഡേഷൻ ഉണ്ട്. SLCക്ക് 2500 എത്ര കുട്ടികൾ എഴുതി ഈ വർഷം? കഴിഞ്ഞ പ്രാവശ്യം 2200 കുട്ടികൾ പരീക്ഷയ്ക്ക് എഴുതിയിട്ടുണ്ട്. ഇവിടുന്ന് ജയിക്കുന്ന കുട്ടികൾക്കെല്ലാം നമ്മുടെ +1 പോകാനുള്ള സൗകര്യം ഉണ്ടോ? 10% കൊടുക്കാനുള്ള ഒരു വകുപ്പില്ല. ഇല്ല. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ നമുക്ക് നിവർത്തിയില്ല. ഫുൾ A+ ആണല്ലേ? പ്രിൻസിപ്പലാണ്. മുഹമ്മദ് ഷാഫി. എങ്ങനെ മാനേജ് ചെയ്യും? അപ്പൊ അത് അപ്പോൾ പരമാവധി കുട്ടികളെ നമ്മൾ അക്കോമഡേറ്റും. ബാക്കി ജനറൽ ഇതായതുകൊണ്ട് സർക്കാരിന് നിവേദനം എഴുതും. സർക്കാരിന് നിരന്തരമായിട്ട് നിവേദനം പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രശ്നം അതാണ്, ഞങ്ങൾക്ക് ഇവിടെ കുട്ടികൾക്ക് റിസൾട്ടിനനുസരിച്ച് വേക്കൻസി ഇല്ല. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പ്രശ്നമാണല്ലോ ഈ സ്കൂളിൽ കാര്യം. ഇവിടെ പഠിച്ച് ഫുൾ A+ കിട്ടുന്ന കുട്ടികൾക്ക് മാത്രം ഇവിടെ പഠിക്കാനുള്ള സാഹചര്യം. അപ്പൊ ഇവിടെ 10ാം ക്ലാസ് പരീക്ഷ എഴുതുന്നവർക്ക് +1 ഇത്രയും അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതയില്ല. അപ്പോൾ അത്രയും വലിയ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു സ്കൂളിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ പക്ഷേ ഇങ്ങനെ ഈ സ്കൂളിൽ ഇത്രയും കുട്ടികൾ പഠിക്കുന്നു എന്നുള്ളത് നമുക്ക് അറിയില്ലായിരുന്നു. ഓക്കെ, അപ്പം നമ്മുടെ ഇവിടെ വലിയ സ്കൂളാണ്. ഒരുപാട് ബിൽഡിങ്ങുകളും. VKM ഹയർ സെക്കൻഡറി സ്കൂൾ എടരിക്കോട്. ഹായ്. ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന അഭിനന്ദനായ മാനേജർ ബഷീർ പൂഴിക്കൽ അവറുകളെ, അരുത് അക്രമം, അരുത് ലഹരി എന്ന കാലിക പ്രസക്തമായ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് 24 ചാനൽ അതിന്റെ നായകത്വം വഹിക്കുന്ന പ്രിയപ്പെട്ട SKNും ഹാഷ്മിയും വിജയകുമാർ സാറുമൊക്കെ സംഘടിപ്പിക്കുന്ന ലഹരിക്കെതിരെയുള്ള അതിമഹത്തായ ബോധവൽക്കരണ കേരള യാത്രയാണ് സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന SSLC +2 പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ A+കാരെ സമൂഹത്തിന് സംഭാവന നൽകിയ കലാകായിക ശാസ്ത്ര മേളകളിൽ കഴിഞ്ഞ 2 പതിറ്റാണ്ട് കാലമായി സംസ്ഥാനതല കുത്തക നിലനിർത്തിക്കൊണ്ട് ഈ നാടിന്റെ മുഴുവൻ ആശാകേന്ദ്രമായ വിദ്യാലയത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. വളരെ കഴിഞ്ഞ ആഴ്ച തന്നെ നമ്മുടെ വിദ്യാലയം ഇങ്ങനെ ഒരു പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു വലിയ പ്രോഗ്രാം ജില്ലാ പോലീസ് മേധാവി ഉദ്ഘാടനം ചെയ്ത പ്രോഗ്രാം ഇവിടെ കുട്ടികൾക്കായി കുട്ടികളിലൂടെ
7000-ലധികം കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയത്തിലെ രക്ഷിതാക്കളും അയൽപക്കത്ത് താമസിക്കുന്നവരുമായ ആളുകളെ 1 ലക്ഷത്തിലധികം വരുന്ന ആളുകളെ ബോധവൽക്കരിച്ചുകൊണ്ടുള്ള 1 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാം നമ്മൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ട സാഹചര്യത്തിലാണ് ഇങ്ങനെ 24 ചാനലിലെ പ്രമുഖരായ ഇതിന്റെ കോർഡിനേറ്റേഴ്സ് നമ്മളെ സമീപിക്കുന്നത്. ഇങ്ങനെ ഒരു പ്രോഗ്രാം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു, നിങ്ങളുടെ സ്കൂളിലേക്ക് വരാൻ സന്നദ്ധരാണെന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട മാനേജറോട് വിവരം പറഞ്ഞ ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ സമ്മതവും അതിനുവേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയതിന്റെ ഭാഗമാണ് അവധിക്കാലമായിട്ടും നമ്മുടെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെയും JRCയുടെയും SPCയുടെയും മറ്റു ഇതര വിഭാഗങ്ങളുടെയും പ്രതിനിധികളായ കുട്ടികൾ മാത്രം ഒരുമിച്ച് കൂടുകയും നമ്മുടെ PTA-യുടെയും SMC MPT അതുപോലെ തന്നെ ഈ സമീപത്തുള്ള സാംസ്കാരിക വേദികൾ, വായനാശാലകൾ, ക്ലബ്ബുകൾ, അതിന്റെ ഒക്കെ പ്രതിനിധികൾ ഒരുമിച്ച് കൂടുന്ന ഇങ്ങനെ ഒരു സായാഹ്നം നമുക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞത്. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നമ്മുടെ കുട്ടികൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് 2-3 ദിവസം കൊണ്ട് അറേഞ്ച് ചെയ്ത ചില നൃത്തശില്പങ്ങൾ, അതിന്റെ പ്രമേയം തന്നെ ലഹരിക്കെതിരെയുള്ളതാണ്. അതിന്റെ ഗാനങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ ഈ ഒരു പ്രമേയത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ്. അതോടൊപ്പം തന്നെ ടീച്ചേഴ്സിന്റെ വാല്യുവേഷനും സ്കൂളിലെ അഡ്മിഷനും വെക്കേഷൻ കോഴ്സുകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കെ നമ്മുടെ അധ്യാപികമാര് വളരെ പെട്ടെന്ന് 2 ദിവസം കൊണ്ട് സംഘടിപ്പിച്ചിട്ടുള്ള അവരുടെ തന്നെ നൃത്ത പരിപാടിയും പിന്നെ നമ്മുടെ തന്നെ ഒരു മുദ്ര എന്ന പേരിൽ മുഖമുദ്രയായിട്ട് PKM ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുഖമുദ്രയായിട്ടുള്ള കോൽക്കളി ഇവിടെ അല്പസമയം അരങ്ങേറും. അതോടൊപ്പം തന്നെ ഒപ്പന, ഇങ്ങനെ ഇവിടെയുള്ള വിവിധ സന്നദ്ധ സേനകളുടെയും വായനാശാലയുടെയും ക്ലബ്ബുകളുടെയും സാംസ്കാരിക വേദികളുടെയും ഒക്കെ പ്രതിനിധികൾ ഹാരാർപ്പണം അണിയിക്കുന്നതും അതോടൊപ്പം തന്നെ സ്കൂൾ മാനേജ്മെന്റ്, സ്കൂളിലെ വിവിധ വിഭാഗങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന കൺവീനേഴ്സും ഒക്കെ പ്രിയപ്പെട്ട ഈ ടീമിനെ 24 ടീമിനെ ഉപഹാരങ്ങൾ നൽകിയും ഹാരാർപ്പണം നടത്തിയും അവർ ഉയർത്തിപ്പിടിക്കുന്ന മെസ്സേജ് നമ്മളും അത് നെഞ്ചേറ്റിക്കൊണ്ട് ഈ സമൂഹത്തിന് എങ്ങനെയാണോ നമുക്ക് നമ്മളാൽ കഴിയുന്ന ഈ ഒരു ദേശസ്നേഹപരമായിട്ടുള്ള ഈ പ്രവർത്തനത്തിൽ പങ്കാളിത്തം വഹിക്കാൻ കഴിയുക എന്നുള്ളതിന്റെ ഉദാത്തമായ മാതൃക സൃഷ്ടിക്കുകയാണ് ഈ ചീനിമരച്ചൂടിൽ വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടിക്കൊണ്ട് നമ്മൾ ഇവിടെ നടത്തുന്നത്. കൂടുതലായിട്ട് പറയുന്നില്ല. ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച് അല്പസമയം സംസാരിക്കുന്നത് പ്രിയപ്പെട്ട നമ്മുടെ മാനേജറാണ്. അദ്ദേഹം കഴിഞ്ഞ 10-15 വർഷത്തിലധികമായിട്ട് ഇവിടുത്തെ PTA മീറ്റിങ്ങുകളിലും ഇവിടുത്തെ എല്ലാ സംഗതികളിലും പറയുന്ന 2 മുദ്രാവാക്യമാണ്. ഒന്ന്, മതേതരത്വത്തോടു കൂടിയിട്ട് ഈ വിദ്യാലയം മുന്നോട്ട് പോകണം. മറ്റൊന്ന്, ലഹരി മുക്തമായിരിക്കണം. ആ ഒരു കൺസെപ്റ്റിൽ നിന്നുകൊണ്ട്, ആ ഒരു ചിന്തയിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ ഈ പ്രോഗ്രാമുകളൊക്കെ ഡെവലപ്പ് ചെയ്ത് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ പ്രത്യേകം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ സ്ക്രീനിൽ കാണുന്ന എല്ലാവർക്കും സുപരിചിതരായിട്ടുള്ള, സ്ക്രീനിൽ എപ്പോഴും വാർത്താ ചാനൽ എന്ന നിലക്ക് എപ്പോഴും ഇങ്ങനെ ലൈവായിട്ട്, എപ്പോഴും നല്ല പ്ലസന്റ് ആയിട്ട്, എപ്പോഴും നമ്മൾ രാവിലെ ഗുഡ് മോർണിംഗ് എന്നുള്ള ആ ഒരു ചടങ്ങ് മുതൽ പാതിരാത്രി വരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന 24 ചാനലിന്റെ നെടുന്തൂണെന്ന് വിശേഷിപ്പിക്കാവുന്ന SKN, അദ്ദേഹത്തിന്റെ മാധ്യമരംഗത്തെ 40 വർഷം, അദ്ദേഹത്തിന്റെ ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ കേരള യാത്ര, ഒരു മാധ്യമ പ്രവർത്തകൻ കേരള യാത്ര നടത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു മലയാളികളുടെ മനസ്സിലേക്ക് എത്രത്തോളം ഇറങ്ങിച്ചെല്ലാൻ കഴിയുമെന്നുള്ളതിന്റെ ഉദാത്തമായ മാതൃകയാണ് ശരിക്കും പറഞ്ഞാൽ അതിന് ധൈര്യം കാണിക്കുക എന്നുള്ളത്. ഒരു ചാനൽ പ്രവർത്തകന് ആളുകൾക്കിടയിൽ ഇറങ്ങിച്ചെന്നുകൊണ്ട് ഈ കാലിക പ്രസക്തമായ മുദ്രാവാക്യം, അതിലെ വിപത്തിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് സമൂഹത്തിനെ ബോധവൽക്കരിക്കുന്ന ഈ പ്രവർത്തനം നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട SKN-നെ എല്ലാവിധ ആദരവോടും കൂടിയിട്ട് PKM ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന ഞങ്ങളുടെ വിദ്യാലയത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഹാഷ്മി, SKN ഉണ്ട് എന്ന് മാനേജർക്ക് അറിയായിരുന്നു. SKN ഉണ്ട്, അദ്ദേഹമാണ് നയിക്കുന്നത്. പിന്നെ ആരാ ആ കാറിലുള്ളത്, ഹാഷ്മിയാണോ എന്ന് ചോദിച്ചിട്ടാണ് പ്രിയപ്പെട്ട മാനേജർ ഇപ്പൊ അങ്ങോട്ട് വന്നത്. ആർക്കും ഒരു ഐഡന്റിറ്റിയുള്ള, അല്ലെങ്കിൽ പ്രത്യേകം ഏത് കുട്ടിക്കും മെൻഷൻ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു മുഖമുള്ള, ഞങ്ങൾ വരുമ്പോഴേ പറയായിരുന്നു ആശ്മിനെ എവിടുന്നും കാണും. ആശ്മിന്റെ മുന്നിലൊക്കെ തിരക്കിയിട്ട് വീഡിയോ ക്യാമറയുടെ മുന്നിൽ ഞങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ സഹപ്രവർത്തകരൊക്കെ ഇങ്ങനെ മുന്നിൽ കൂടിയപ്പോഴേ ആശ്മി സാർ എവിടെ നിന്നാലും അദ്ദേഹത്തെ കാണും. നല്ല ഹൈറ്റുള്ള, എപ്പോഴും ആളുകൾക്ക് ഇടയിൽ നിന്നാൽ കാണാൻ പറ്റുന്ന മുഖവും അങ്ങനെയുള്ള ശരീര പ്രകൃതവും അദ്ദേഹത്തിന്റെ വാചാലമായിട്ടുള്ള അദ്ദേഹത്തിന്റെ അവതരണവും ഒക്കെ കൊണ്ട് എല്ലാവരുടെയും മനസ്സിൽ ഇടം പിടിച്ച പ്രിയപ്പെട്ട ഹാഷ്മി അവരുടെ ഈ PKM ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ വിജയകുമാർ സാർ എങ്ങനെ ഒരു സംഗതി അവതരിപ്പിക്കുമ്പോൾ ആളുകൾക്കിടയിലൂടെ, ആളുകളുടെ മനസ്സിലൂടെ എങ്ങനെ കടന്നു പോകാമെന്നുള്ളതിന്റെ മാതൃക കാണിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സാറിനെ, വിജയകുമാർ സാറിന് പ്രത്യേകം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇതിന്റെ കോർഡിനേറ്റേഴ്സ് ആയിട്ട് 10-65 ആളുകളുടെ സംഘമാണ് നമ്മുടെ ഈ ക്യാമ്പസിൽ എത്തിയിട്ടുള്ളത്. ടെക്നിക്കൽ സ്റ്റാഫ് ഉൾപ്പെടെ ഇതിന്റെ കോർഡിനേറ്റേഴ്സ് എല്ലാവരെയും, അവർ ഇന്നലെ രാത്രി വന്നിട്ടും
ഇതിന്റെ അറേഞ്ച്മെന്റുകൾക്ക് ചോദിച്ചറിഞ്ഞ് നമ്മുടെ കൂടെ ഇങ്ങനെ നിൽക്കുകയാണ്. PKMHSന്റെ ഈ ഒരു സന്ദേശം PKMന്റെ കൂടെ ആക്കി മാറ്റാൻ നമ്മളൊപ്പം നിന്നിട്ടുള്ള എല്ലാവിധ 24 ചാനലിന്റെ സുഹൃത്തുക്കളെയും PTA ഭാരവാഹികൾ കൃത്യം 3 മണി മുതൽ ഇവിടെ എല്ലാവരും പഴയ PTA-യും പുതിയ PTA-യും വ്യാപാര വ്യവസായിയുടെ ഏകോപന സമിതിയുടെ ഭാരവാഹികളും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളും യുവജന സംഘടനകളുടെയും ഒക്കെ പ്രതിനിധികൾ ഇവിടെ ഉണ്ട്. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഷാഫി സാർ അദ്ദേഹത്തെ പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഹെഡ് മാസ്റ്റർ മജീദ് സാർ, അടുത്ത 1-ാം തീയതി ഹെഡ് മാസ്റ്ററായിട്ട് പുതിയതായിട്ട് ചാർജ് എടുക്കാൻ പോകുന്ന ഇപ്പോഴത്തെ ഡെപ്യൂട്ടി HM പ്രമോദ് സാർ, അതോടൊപ്പം തന്നെ മാനേജ്മെന്റ് കറസ്പോണ്ടന്റ് ആഷിഷ് സാർ, സ്റ്റാഫ് സെക്രട്ടറി SRG, എല്ലാ വിഭാഗങ്ങൾക്കും പ്രത്യേകിച്ച് ഈ ചടങ്ങ് ഭംഗിയാക്കുന്നതിന് ഏറെ പണിപ്പെട്ട സന്നദ്ധ സേനകൾക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട മുംതാസ് ടീച്ചർ, അമീ മാഷ്, സൂര്യ ടീച്ചർ, ബാബു മാഷ്, അതുപോലെ തന്നെ ഷഫ്ന ടീച്ചർ, സക്കീർ മാഷ്, ഇങ്ങനെ ഈ 3 വിഭാഗങ്ങൾക്ക്, അതുപോലെ തന്നെ NSSന്റെ വോളണ്ടിയേഴ്സ് ഇവിടെ ഉണ്ട്. ഹയർ സെക്കൻഡറി വിഭാഗം ഇസ്രത്ത് ടീച്ചറുടെ നേതൃത്വത്തിൽ NSSന്റെ വോളണ്ടിയേഴ്സ്, ഇങ്ങനെ എല്ലാ ടീച്ചേഴ്സ്, അതോടൊപ്പം തന്നെ ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ കൂടെ നിന്ന പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെയും പ്രിയപ്പെട്ട രക്ഷിതാക്കളെയും എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് മാനേജറെ ഈ ചടങ്ങിന്റെ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു പരിപാടി കഴിഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ട SKNന്റെ മെസ്സേജാണ്. കലാപരിപാടികളൊക്കെ അതിന്റെ മൊഞ്ചു കൂട്ടാൻ അല്ലെങ്കിൽ ഇതിന്റെ മെസ്സേജ് തന്നെയാണ്. പക്ഷേ SKNന്റെ സംസാരം നമ്മൾ കേൾക്കാൻ വേണ്ടി കാതോത്തിരിക്കുകയാണ്. ഈ പ്രാർത്ഥനകളൊക്കെ നമ്മൾ ഈ തൽക്കാലം ചടങ്ങിൽ നിന്ന് ഒഴിവാക്കി ഈ മെസ്സേജ് ഉൾക്കൊള്ളുന്ന ഒരു കവിത ഇവിടെ ആലപിക്കുകയാണ്. ഈ ആലാപനം പ്രിയപ്പെട്ട രശ്മി ടീച്ചറാണ്. അവര് കവിതാലാപനത്തിന് ശേഷം പ്രിയപ്പെട്ട മാനേജർ അധ്യക്ഷ പ്രസംഗം നടത്തും. അതോടുകൂടി 4 ഐറ്റംസാണ് നമുക്കുള്ളത്. ആകെ 2, 3, 4 മിനിറ്റുകളാണ് അതിന് വേണ്ടത്. അതിനുശേഷം ബഹുമാനപ്പെട്ട നമ്മുടെ SKNന്റെ സംസാരം ഉണ്ടായിരിക്കും. അവിടെ ഇടപെട്ടുകൊണ്ട് നമ്മുടെ ആളുകൾക്ക് സംസാരിക്കാനുള്ള അവസരം ഉണ്ടെങ്കിൽ അവരുടെ ടൈം അനുസരിച്ച് നമുക്കത് ചെയ്യാം. പ്രിയപ്പെട്ട രശ്മി ടീച്ചറെ ഈ മെസ്സേജ് ഉൾക്കൊള്ളുന്ന ഒരു കവിത ആലപിക്കുന്നതിനായിട്ട് ക്ഷണിക്കുകയാണ്. താങ്ക് യു. ലഹരിക്കെതിരെ ഉറച്ചു നിൽക്കാം, അണിചേരാം, ജീവിതമാകട്ടെ നമ്മുടെ ലഹരി. കവിത പേക്കിനാവുകൾ. കഴുകൻ കണ്ണുമായി പാറിപ്പറന്നുവോ അക്ഷരത്തേൻ മഴ പൊഴിക്കുന്ന കുരുന്നുകളെ കരൾ കൊത്തി വലിക്കാനായി റാഞ്ചിയെടുക്കുമോ? ഇനി രാഗി പറന്നെത്തുമോ വിദ്യാലയങ്ങൾക്കും മീതേ? ചാരത്ത് വന്നവർ കപട സൗഹൃദം നടിക്കുമോ? കൊലച്ചിരിയോടെ നീട്ടുമോ മയക്കുന്ന ലഹരികൾ? മധുരം പൊതിഞ്ഞ കെണികളിൽ പെടുത്തി കണ്ണികളാക്കാനായി തന്ത്രങ്ങൾ മെനയുമോ? കൗമാരപ്രായത്തെ തച്ചു തകർക്കാനായി പക്വതയില്ലായ്മ ചാപല്യമാക്കുമോ? പ്രലോഭനക്കുരുക്കിൽ വീണവരെയെല്ലാം രാസലഹരിച്ചാവേറുകൾ പിച്ചിച്ചീന്തുമോ? പുതുമുഖലഹരികൾ സിരകളിൽ തിരുകി ആടിത്തിമിർത്തവർ അട്ടഹസിച്ചിട്ട് വിഷപ്പാമ്പു പോലെ ചീറിയടുക്കുന്നുവോ? കണ്ണുനീർ വറ്റിയ ബന്ധങ്ങളെല്ലാം ചെയ്തികൾ കണ്ട് ഭയന്ന് വിറയ്ക്കുന്നുവോ? ബോധമനസ്സിനെ തല്ലിക്കെടുത്തി പേപ്പട്ടി പോലൊരു ജന്മമായി മാറ്റിയ ചെകുത്താന്മാരുടെ കോട്ടകൾ തകർത്ത് അന്ധചിത്രങ്ങൾക്ക് അറുതി വരുത്തണ്ടേ? മിന്നിമറയുന്ന സന്ദേശമെത്തിയാൽ വെള്ളിടി പോലെ ഉണരണം സേനകൾ. മിന്നിമറയുന്ന സന്ദേശമെത്തിയാൽ വെള്ളിടി പോലെ ഉണരണം സേനകൾ.
പ്രഹസനമാക്കാതെ മാതൃകയാകൂ, പ്രഹസനമാക്കാതെ മാതൃകയാകൂ. രാഷ്ട്രീയ കൊടിത്തണലുകളിൽ അഭയം കൊടുക്കാതെ ആട്ടിയകറ്റണം ഇവറ്റകളെ. അതിർത്തികൾ താണ്ടുന്ന ഭീകരരെ പോലെ മുഖം മൂടി അണിഞ്ഞവർ നുഴഞ്ഞു കയറാതെ ജാഗ്രത പുലർത്തണം രാഷ്ട്രസേവകർ. ലഹരിവേട്ടകളിൽ മേലങ്കി പോലുള്ള അലങ്കാര വാർത്തകൾ അപമാനമല്ലേ? വിട്ടുകൊടുക്കല്ലേ മക്കളെയൊന്നിനെയും ബലിമൃഗങ്ങളാക്കുന്ന പേക്കിനാവുകൾക്ക്. വിട്ടുകൊടുക്കല്ലേ മക്കളെയൊന്നിനെയും ബലിമൃഗങ്ങളാക്കുന്ന പേക്കിനാവുകൾക്ക്. നാളെയുടെ നല്ല സ്വപ്നങ്ങൾ തീർക്കാൻ പടയാളികളാക്കി ഒന്നിച്ചു മുന്നേറാം. നാളെയുടെ നല്ല സ്വപ്നങ്ങൾ തീർക്കാൻ പടയാളികളാക്കി ഒന്നിച്ചു മുന്നേറാം. നന്ദി. താങ്ക് യു. അടുത്തതായിട്ട് ബഹുമാനപ്പെട്ട മാനേജർ ബഷീർ പുഴിക്കൽ അവറുകൾ ഈ ചടങ്ങിന്റെ അധ്യക്ഷത വഹിച്ചുകൊണ്ട് സംസാരിക്കും. സമാദരണീയനാണ്, ബഹുമാന്യനാണ്, ആദരണീയനാണ്. തന്റെ ഭാഷാഭിലാഷം കൊണ്ട് മലയാളികളെ മുഴുവനും അമ്മാനമാടുന്ന ഞങ്ങളെ ഈ പ്രസ്ഥാനത്തിലേക്ക് ആദരപൂർവം സ്വീകരണങ്ങളൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇവിടെ എത്തിയ ബഹുമാനപ്പെട്ട ശ്രീകണ്ഠൻ നായർ സാർ അവരുകളെ, ആശ്മിയെ കണ്ടാൽ, ആശ്മിക്ക് ഞങ്ങളെ അറിയില്ലെങ്കിലും ഞങ്ങൾക്ക് ആശ്മിയെ അറിയാം. പ്രത്യേകിച്ച് ഞാൻ ആശ്മിയോട് പേരെന്താണെന്ന് ചോദിച്ചപ്പോ ആശ്മി താജ് ഇബ്രാഹിം എന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ അങ്ങയുടെ പിതാവാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഗ്രാൻഡ് ഫാദറാണ്. പക്ഷെ എന്റെ പിതാവിന്റെ പേര് ഇബ്രാഹിം എന്നായിരുന്നു. അദ്ദേഹം തുടങ്ങിയതാണ് PK ഹയർ സെക്കൻഡറി സ്കൂൾ. വിജയകുമാർ സാറുണ്ട്, വേദിയിൽ ഞങ്ങളെ നാട്ടിലുള്ള മുഴുവൻ ആളുകളുണ്ട്, കുട്ടികളുണ്ട്, അധ്യാപകരുണ്ട്, ഉത്തരവാദിത്തപ്പെട്ട പഞ്ചായത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. ഇവരൊന്നും പേര് പറഞ്ഞുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ശ്രീകണ്ഠൻ നായർ നമ്മളെ സംസാരിക്കാൻ അയക്കാതെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ഞാൻ പലപ്പോഴും ഇങ്ങനെ ചാനൽ കാണുമ്പോൾ കരുതും, ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് മറുപടി എങ്ങനെയാണ് ഇദ്ദേഹത്തിന് കിട്ടുന്നതെന്ന്. തിരിച്ചൊരു മറുപടി പറയുന്നതിന് മുമ്പ് തന്നെ 10-ലധികം ചോദ്യങ്ങൾ ഒരേ സെക്കൻഡിൽ ചോദിക്കാൻ ഇന്ന് കേരളത്തിൽ ഒരാളുണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട ശ്രീകണ്ഠൻ നായർ മാത്രമാണ്. അങ്ങേക്ക് മാത്രം ദൈവം തന്ന ഒരനുഗ്രഹം തന്നെയാണിത്. അതിന് എപ്പോഴും ദൈവത്തെ സ്തുതിക്കണമെന്നാണ്. ഇന്നിവിടെ നമ്മൾ കൂടിയിട്ടുള്ളത് ഈ രാസലഹരിക്കെതിരിൽ എന്ന് പറഞ്ഞുകൊണ്ട് എവിടെയെങ്കിലും കൂടിയാൽ ചിലപ്പോൾ നമുക്ക് അവിടുന്ന് കൊണ്ട് പോരാൻ പറ്റിയെന്ന് വരില്ല. നമ്മുടെ പ്രശ്നം ഇവിടെ രാസലഹരിയാണ്. ഈ രാസലഹരിക്കെതിരിൽ ശക്തമായി പോരാടുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ ആഴ്ച അഡീഷണൽ SP ഫിറോസ് സാറ്, കോട്ടക്കൽ CI ഇവിടെ വന്ന് ഞങ്ങളതിന് തുടക്കമിട്ടു. കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങൾ 1 ലക്ഷം ആളുകളുടെ കയ്യിൽ ഇത് എത്തുന്ന രൂപത്തിൽ ഈ 7500ഓളം കുട്ടികളെ അടുത്തൊക്കെ എല്ലാവരുടെ അടുത്തും ഒരാൾ 10 ആളെ പോയി കാണുക എന്നുള്ള ഒരു പോളിസിയോട് കൂടെ 1
ഏകദേശം 1,40,000-ഓളം ആളുകളുടെ കയ്യിൽ എത്തുന്ന രൂപത്തിൽ ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വ്യക്തമായിട്ട് തന്നെ ശ്രീകണ്ഠൻ നായർ സാർ എന്താണ് പറയുന്നുവോ അത് വ്യക്തമായി ഇന്നലെ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ പറയുകയുണ്ടായി. എന്തായാലും പുതിയ തലമുറയുടെ ഇടയിൽ അതാണായാലും പെണ്ണായാലും കൂടുതൽ പെൺകുട്ടികളാണെന്ന് കേൾക്കുമ്പോൾ വളരെയധികം പ്രയാസമുണ്ട്. കഴിഞ്ഞ 10-25 വർഷമായിട്ട് എനിക്കുണ്ടായിരുന്ന ഒരേ ഒരു മുദ്രാവാക്യമായിരുന്നു, അതായത് ഈ രാജ്യത്തെ സ്നേഹിക്കുകയും മതേതരത്തെ കാത്തു സൂക്ഷിക്കുകയും രാജ്യത്തിന്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കുകയും ലഹരിമുക്തമായ ഒരു ക്യാമ്പസ് അതായിരുന്നു ഇവിടെ വരുന്ന ഓരോ കുട്ടികളോടും. ഇന്നലെ മുതൽ ഇവിടെ അഡ്മിഷൻ തുടങ്ങി. ഈ അഡ്മിഷൻ തുടങ്ങുന്ന സമയത്തും ഓരോ കുട്ടിയെ കൊണ്ടും ഒപ്പിടിക്കുന്നത് ഞങ്ങൾ ഒരിക്കലും മരിക്കുന്നത് വരെ ഈ രാജ്യത്തെ സ്നേഹിക്കുകയും ലഹരി മുക്തമായ ഒരു കുട്ടിയായിട്ട് ഞാൻ വളരുകയുള്ളൂ, അല്ലെങ്കിൽ ഒരു പിതാവായിട്ട് അല്ലെങ്കിൽ ഒരു കുടുംബനാഥനായിട്ട് ഇതിൽ നിന്നും അവസാനിക്കുകയുള്ളൂ എന്നുള്ള രൂപത്തിലേക്ക് കുട്ടികളെ ഞങ്ങൾ ഇതിലേക്ക് കൊണ്ടുവരൽ തുടങ്ങിയിട്ട് 10-20 വർഷമായി. എന്തായാലും ഇത്രത്തോളം കുട്ടികൾ ഇവിടെ എങ്ങനെയാണ് പഠിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട ശ്രീകണ്ഠൻ നായർ സാർ ചോദിച്ചു. സർ, ലഹരിമുക്ത ക്യാമ്പസ് ഇതിന്റെ അടുത്തൊന്നും സ്കൂളില്ലാത്തില്ല. തൊട്ടടുത്ത് മുഴുവനും സ്കൂളാണ്. മലപ്പുറം ജില്ലയിൽ സ്കൂളിന്റെ കുറവൊന്നുമില്ല. മലപ്പുറം ജില്ലയിൽ ചിലർ പറയും ശ്വാസം വിടാൻ സമ്മതിക്കുന്നില്ല. അതെന്താന്ന് എനിക്കറിയില്ല. അത് ചിലപ്പോൾ മരത്തിന്റെ മുകളിൽ കയറിയിരുന്നാൽ ചിലപ്പോൾ ശ്വാസം കിട്ടുന്നുണ്ടാവില്ല. പക്ഷെ ഇവിടെ സ്കൂളിന്റെ കുറവോ പഠിക്കാനുള്ള ബുദ്ധിമുട്ടോ അക്ഷരവൈരികളെ എന്നൊരു കാലത്ത് വിളിച്ചിട്ടുണ്ട്. അതാണ് എന്റെ പൂർവികർ 150 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി വെച്ചതാണ് ഈ 4-5 സ്കൂളുകൾ. അന്ന് ഓത്തുപള്ളിയായിരുന്നു. ആ ഓത്തുപള്ളി മലബാർ ഡിസ്ട്രിക്ട് ബോർഡിന്റെ കാലത്ത് ലോവർ പ്രൈമറി സ്കൂളായിട്ട് അംഗീകാരം കിട്ടുകയും എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണമെന്ന് കരുതി പിന്നീട് ആ ലോവർ പ്രൈമറി സ്കൂളിൽ മതപഠനം പാടില്ല എന്ന് മലബാർ ഡിസ്ട്രിക്ട് ബോർഡിന്റെ പുതിയ ഉത്തരവുണ്ടാകുകയും അങ്ങനെ മദ്രസകൾ ഉണ്ടാകുകയും ഒക്കെ ചെയ്തുകൊണ്ട് 150 വർഷങ്ങളായി ഈ എന്റെ മുൻ തലമുറക്കാർ തുടങ്ങി വെച്ചതാണ് ഈ വിദ്യാഭ്യാസ പ്രസ്ഥാനം. അതുകൊണ്ടാണ് ഇത്രയും കുട്ടികൾ ഇവിടേക്ക് വരുന്നത്. ഈ വരുന്ന കുട്ടികൾ മുഴുവനും ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട മിംസ് ഹോസ്പിറ്റലായാലും അൽമാസ് ഹോസ്പിറ്റലായാലും നല്ല വിദ്യാഭ്യാസവും വിവരവുമുള്ള ആളുകളുടെ മക്കളാണ് ഇവിടെ അധികവും വന്നു ചേരുന്നത് എന്നുള്ളത് അഭിമാനത്തോടു കൂടി തന്നെ വിളിച്ചു പറയാൻ കഴിയുന്നത് ഈ ലഹരി മുക്തമായ ക്യാമ്പസ് ആയതുകൊണ്ട് തന്നെയാണ്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എല്ലാവരും കാത്തിരിക്കുന്നത് ശ്രീകണ്ഠൻ നായർ സാറിന്റെയും ആസ്മിയുടെയും വിജയകുമാറിന്റെയും ഒക്കെ സംസാരം കേൾക്കാനാണ്. ബഹുമാനപ്പെട്ട ശ്രീകണ്ഠൻ നായരെ സാദരം സഹർഷം സവിനയം ഈ വേദിയിലേക്ക് സ്നേഹാദരവോടുകൂടെ ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു സാർ. സാറിന്റെ സംസാരത്തിന് മുമ്പ് പ്രിയപ്പെട്ട ഗൈഡ്സ് വിദ്യാർത്ഥിനികൾ വളരെ പെട്ടെന്ന് അറേഞ്ച് ചെയ്ത ഒരു നൃത്തശില്പം
கடவுள் பாதி மிருகம் பாதி கலந்து செய்த கலவை நாம். வெளியே மிருகம் உள்ளே கடவுள், விளங்க முடியா கவிதை நான். மிருகம் கொன்று கடவுள் வளர்க்க பார்க்கின்றேன். ஆனால் கடவுள் கொன்று உணவாய் தின்று மிருகம் மட்டும் வளர்கிறதே. நந்தகுமாரா நாளை மிருகம் கொள்வாயா? மிருகம் தின்ற எச்சம் கொண்டு மீண்டும் கடவுள் செய்வாயா? குரங்கில் இருந்து மனிதன் என்றால் மனிதன் இரையாய் ஜனிப்பானா? மிருக ஜாதியில் பிறந்த மனிதா, தேவஜோதையில் கலப்பாயா? നഗരത്തിനിതെന്തു പറ്റി? മയക്കുമരുന്നിന്റെ ഉപയോഗം ക്രമാതീതമായി കൂടി വരുന്നു. എന്താ ആരുമൊന്നും പറയാത്തത്? മിണ്ടാതെ സഹിക്കുന്നതെന്തിനാ? സഹിക്കാവുന്നതിനും അപ്പുറമാണിത്. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കരുത്, ഉപയോഗിക്കാൻ അനുവദിക്കരുത്. ഇരുണ്ട കാലഘട്ടത്തിലും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടാത്ത 1000 സ്വപ്നങ്ങളുള്ള, ദിശാബോധമുള്ള, നന്മയുടെ വെള്ളി വെളിച്ചം വിതറുന്ന പുതിയ തലമുറ ഉണർന്നെഴുന്നേൽക്കുക തന്നെ ചെയ്യും. ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു. മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുകയില്ല, ഉപയോഗിക്കുവാൻ അനുവദിക്കുകയില്ല. ലഹരി വിമുക്തമായ കേരളം, ലഹരി വിമുക്തമായ ഭാരതം, ലഹരി വിമുക്തമായ ലോകം. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അടുത്തായിട്ട് അധ്യാപികമാർ അണിയിച്ചൊരുക്കുന്ന നൃത്തശില്പമാണ്. ലഹരി നമ്മുടെ ജീവിതത്തെയും സർവ്വസന്തോഷങ്ങളെയും കെടുത്തിക്കളയുന്ന മഹാവിപത്ത്. ആളിപ്പടരുന്ന തീനാളങ്ങൾ പോലെ ലഹരി നമ്മുടെ സമൂഹത്തെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു. തടുക്കുവാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. ഈ ഘട്ടത്തിൽ ലഹരിക്കെതിരെയുള്ള ഏതുദ്യമവും പ്രശംസനീയം തന്നെ. ലഹരിക്കെതിരെയുള്ള ഞങ്ങളുടെ PKMM-ലെ അധ്യാപികമാരുടെ ഒരു എളിയ ഉദ്യമം. ശിരസ്സുയർത്തി പറയുക ലഹരിക്കടിപ്പിടിൽ ഒരു നാടും നാം. ശിരസ്സുയർത്തി പറയുക ലഹരിക്കടിപ്പിടിൽ ഒരു നാടും നാം. വരം കണക്കി കിട്ടിയ ജീവിതമെറിഞ്ഞുടയ്ക്കുകയില്ല നാം. വരം കണക്കി കിട്ടിയ ജീവിതമെറിഞ്ഞുടയ്ക്കുകയില്ല നാം. ശിരസ്സുയർത്തി 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 പറയുക ലഹരിക്കടിപ്പിടിൽ
കൊതിയുടെ വിരുന്നൊരുങ്ങുകയാണെങ്ങും നുണഞ്ഞിടാൻ പുകയായി വലിക്കാൻ സിറിഞ്ചിലൂടെ അകത്താക്കാൻ വിഷങ്ങൾ പലതുണ്ടരുതേ വിഷങ്ങൾ പലതുണ്ടരുതേ അവയുടെ അടുത്തുപോലും ചെല്ലരുതേ ശിരസ്സുയർത്തി 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 പറയുക ലഹരിക്കടിപ്പിടിൽ ഒരു നാളും നാം. താങ്ക് യു ടീച്ചേഴ്സ്. നമ്മുടെ PKMHSന്റെ സ്വന്തം കോൽക്കളി ഏതാനും സ്റ്റെപ്പുകൾ മാത്രം ഇതാ ഈ വേദിയിൽ അരങ്ങേറുകയാണ്. Okay, thank you. മുക്കളരിലെ മുഹബത്തിലെ മുന്തിയ രാജന് ഷുഹറാണ് മുമ്പരിൽ കൽവിധിയാണ്
നെഞ്ചിലായി തീർത്തൊരു സൗദം വമ്പാണ്. പിരിശമതിൽ ശരഫൊളി ബിന്ദിത് കഥയാണ്. ശാലിനി മുംതാസ് മോളാണ്. കാലങ്ങൾ കാത്തിടും ഹുബ്ബൊളി താജാണ്. മുമ്പിൻ മുമ്പായി മുംതാസ് മഹലും റബ്ബിൻ നിധിയായി മൗത്തണവായി വൃഥയേറ്റി നാളിൽ കസറാണേ. വാണിടും നേരം ഷാജഹാനും വേണം പൂമണി തേൻകനിയാണ്. നിതാന്തമായി ഓർമ്മകളേറ്റാനാ ഓർത്തിടുന്ന ദാരിതളിൽ ഓളങ്ങൾ തീരാനായി ഓമനനാളിൽ മുത്തായി വാചനം ഒത്തിടും പിരിശമിതായല്ലോ. പിരിശപ്പൂമും താസിൻ കണ്ടിട് കൽബിലെ പേരി മുഹിപ്പിലായി ഹുപ്പിൽ പണ്ടേ. താജുടെ നൂറാലെ തേനാളെ ഓർത്തിട്ട് താജുടെ നൂറാളി തീനാളെ ഓർത്തിട്ട് പൂമുത്ത് ഹൈറതല്ലേ. താങ്ങിടും ഷൗക്കാലി പൂത്തതല്ലേ. പുത്തിടും രാജാവിൻ പൂർണിതു പോലെന്നായി പാകി മനസ്സിലായി നാളിൽ കണ്ടേ. നാളിലായി രാജാവ് നേരിൽ കിനാവിലെ. നാളിലായി രാജാവ് നീരിൽ കിനാവിലെ. ജമീലത്ത് നേടിടണ്ടേ. നല്ലൊരു ഹയാത്ത് കോർത്തിടണ്ടേ. കൂട്ടിബവദത്തിൻ കോർവപ്പുമാലയിൽ കോനവൻ തൗഫീഖായി തേടിടുന്നു. തേടിയ സൗജത്തായി തേനായി ബീവിയെ. തേടിയ സൗജത്തായി തേനായി ബീവിയെ. നിമ്പമാരന ചേർന്നതല്ലേ. തേരാളി ഷാജഹാൻ നേരതല്ലേ. നിറമോഹപ്പത്തിന്റെ താരാകും മുംതാസിനായി നെയ്തിടും ഹരീരിന്റെ നൂലാൽ പതിഞ്ഞിടുന്ന നൂറാകും മഷിക്കത്തിൽ നോവുന്നു ഷാജഹാനിൽ ദൗമാ. ആയൊരു കാലമേ ഓർത്തു കരഞ്ഞു ആ മനതാരിൽ ഓർമ്മ തെളിഞ്ഞു ആക്കിക ചിന്തിടും കാലമൊളിഞ്ഞു. ആശികത്തിൽ പുതുസഹറു വിരിഞ്ഞു. വിരിയുന്ന മനസ്സിന്റെ വീരാകും മുംതാസല്ലേ വേറിട്ട സൗജത്തായി തീരുന്ന സമാനിന്റെ താലോലം പാട്ടും കതിരിൽ തീർക്കുന്നു നശീതകൾ കേളാ. കേളിടാം കഥ തിരയണ് മുക്കൾ കേളി കേട്ടൊരു രാജന്. ഒരു റാണിയെ കരൾ വിരിച്ചു നൽകി മുംതാസിന്. ഏറെ മുഹബത്ത് കൽവിലെ മുഖമായി രാജര് മലർ തളിർത്തപ്പോൾ മുംതാസര്. കുളിർ ബഹുസിനായി തീരണ് നല്ല ഗുണമതീറ്റി ഹയാത്തിലെ. പാതയാണിവൾ കൽവിലെ. കൽവിലൊളിച്ചൊരു പൈകിളി തനി കാതലായിടും അമ്പിളി. അമ്പിളിച്ചേലൊന്നിത് ഇവളമ്പവൻ പാടച്ചിത്. ഇമ്പമൊത്തൊരു നാളുകൾ തനി ഹുബിലായി ചലിക്കണ്. ഉപ്പാലി ചേലിലായി എമ്പാടും രാജ്യങ്ങൾ. ഹുസൈനോട് സഫർ പോയി ഒരുമിച്ചെന്ന് ഷാജഹാനൊത്ത്. ഒത്തിടും പരിമതി തത്തിടും മുഞ്ച് ഒരു വയിലായി തോളിയ തുലങ്കി. കത്തിടും ഷൗക്കിൽ കൽബതു തിങ്കി കാമിനി സൗജത്ത് രാജന നാളിൽ. നാളിലായി പൂമണി പൊന്മണി കുരുന്നുകൾ നൽകിയ രാജനായി 14 മണിമുത്തല്ല. മുത്തായി പല കഥയായി ദിനവിധിയായി തലമതിലായി. മനം നിറവായി ജനമതിലായി കൊശി നിറവായി. നിറവത് ഹിന്ദിൽ വന്നിട്ടും ഭരണമിൽ മുക്കളരമീൻ മകളാ. കസറുകൾ മസ്ജിദും മതിരകമിം മഹി നന്മകളാ.
നന്മ പുതുക്കനിയായി മനം. താങ്ക് യു. അരുത് അക്രമം, അരുത് ലഹരി എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എൻ്റെ കേരളം എൻ്റെ അഭിമാനമെന്ന പേരിൽ ഇവിടെ എത്തിയ 24 ടീമിൻ്റെ ക്യാപ്റ്റൻ പ്രിയപ്പെട്ട SKN അതിൻ്റെ സന്ദേശം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷന് വേണ്ടി അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയങ്കരനായ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ, ഇതിന്റെ ഈ സ്ഥാപനത്തിന്റെ മാനേജർ കൂടിയായ ബഷീർ പൂഴിക്കൽ, വേദിയിലുള്ള ഞങ്ങളുടെ അവതാരകരായ ആഷ്മി താജ് ഇബ്രാഹിം, എസ് വിജയകുമാർ, ഈ സ്കൂളിന്റെ പ്രിൻസിപ്പൽ, അതുപോലെ HM ആയ ശ്രീ അബ്ദുൽ മജീദ്, വേദിയിലുള്ള മറ്റ് പ്രഭാഷകരെ, പ്രിയപ്പെട്ട കുട്ടികളെ, നാട്ടുകാരെ, ഈ PKMM ഹയർ സെക്കൻഡറി സ്കൂളിൽ വരാതിരുന്നെങ്കിൽ അതൊരു വലിയ നഷ്ടമായി പോയേനെ എന്നെനിക്കിപ്പോൾ തോന്നുകയാണ്. കാരണം ഈ സ്കൂളിന്റെ മാനേജർ പറയായിരുന്നു, ഇവിടെ 9,000-ലധികം കുട്ടികൾ പഠിച്ചിരുന്ന കാലം ഉണ്ടായിരുന്നു. ഏഷ്യയിൽ തന്നെ ഇത്രയധികം കുട്ടികൾ പഠിച്ച വേറെ എങ്കിലും സ്കൂളുണ്ടോ എന്നെനിക്ക് സംശയമാണ്. അപ്പൊ അത്തരമൊരു സ്കൂളിലേക്ക് ഈ ഒരു സന്ദേശവുമായി ഞങ്ങൾ എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അതൊരു വലിയ നഷ്ടമായേനെ. മാത്രമല്ല, കുട്ടികളുടെ കൂടെ കളിക്കാൻ എനിക്ക് തോന്നുന്ന മണവാട്ടി കിട്ടാതെ വന്ന രേഷ്മ ടീച്ചർ കയറി കളിച്ചില്ലേ, ഇതൊക്കെ ഏറ്റവും വലിയ ഒരു ഐക്യത്തിന്റെ ലക്ഷണമായിട്ട് ഞാൻ കാണുകയാണ്. മാത്രമല്ല, പേക്കിനാവ് എന്ന് പറയുന്ന കവിത അവതരിപ്പിച്ച രശ്മി ടീച്ചറും ഒക്കെ ഞങ്ങളുടെ മനസ്സിലുണ്ടാകും. കാരണം വളരെ ആഴത്തിൽ പതിഞ്ഞ ഒരു സാരാംശമുള്ള ഒരു കവിതയായിരുന്നു പേക്കിനാവ്. ഇപ്പൊ ഒരു പേക്കിനാവിന്റെ നടുവിലാണ് കേരളം പെട്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം. ഇപ്പോ ഞങ്ങൾ ഈ യാത്ര ആരംഭിക്കുമ്പോൾ യൂട്യൂബിൽ ഇത് എല്ലാ കാര്യങ്ങളും നമുക്ക് 24-ൽ സംപ്രേഷണം ചെയ്യാൻ സമയം കിട്ടില്ല. എന്നിരുന്നാലും ഇപ്പോൾ ഈ പ്രശ്നത്തിന്റെ ഗൗരവം പരിഗണിച്ച് ഞങ്ങളുടെ ആകെയുള്ള സംപ്രേഷണത്തിന്റെ 30% സമയം ഇപ്പോൾ ഇതിനായി മാറ്റിവെച്ചിരിക്കുകയാണ്. SKN40 എന്ന ഈ യാത്രയ്ക്കായി. നിങ്ങൾക്കറിയുന്ന പോലെ ഒരു ടെലിവിഷൻ ചാനൽ നിലനിൽക്കാൻ പറ്റാതെ പോകും. കാര്യം ഒരുപാട് വരുമാന നഷ്ടമൊക്കെ ഉണ്ടാകും. പക്ഷെ ഞങ്ങളതൊന്നും ഈ ഒരു സാഹചര്യത്തിൽ പ്രശ്നമാക്കാത്തതിന്റെ കാരണം ഈ സ്ഥാപനം അടച്ചുപൂട്ടണം എന്നുള്ള ആഗ്രഹം കൊണ്ടല്ല, മറിച്ച് കേരളത്തെ ഗ്രസിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നത്തെയാണ് നമ്മൾ അഡ്രസ് ചെയ്യുന്നത് എന്നതുകൊണ്ട് തന്നെയാണ്. ഈ കുട്ടികളെയൊക്കെ കാണുമ്പോൾ എനിക്ക് വലിയ സങ്കടമാണ്. ഇപ്പൊ 7,500-ഓളം കുട്ടികൾ ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ടല്ലോ. ഈ എടരിക്കോട് PKMM HSS ഇത് സ്ഥാപിച്ച ശ്രീ ഇബ്രാഹിം, അദ്ദേഹത്തിന്റെ മനസ്സിന്റെ സ്വപ്ന യാഥാർത്ഥ്യമാണ് നിങ്ങളെന്ന് എനിക്കറിയാം. നിങ്ങളിൽ ആരെങ്കിലും ഒന്ന് മനസ്സിടറി ഈ ഒരു രാസലഹരിക്ക് അടിപ്പെട്ടു പോയാൽ കഴിഞ്ഞു ഈ സ്കൂളിന്റെ റെപ്യൂട്ടേഷൻ. ആ വലിയ മനുഷ്യന്റെ സ്വപ്നം അതോടെ തകർന്ന് തരിപ്പണമാകും. ഇബ്രാഹിം എന്ന് അദ്ദേഹം പറഞ്ഞു. എത്രയോ നല്ല മനുഷ്യർ, തങ്ങൾ കുഞ്ഞു മുസ്ലിയാർ സ്ഥാപിച്ച TKMM കോളേജ് നിങ്ങൾക്ക് അറിയാം. അതുപോലെ കേരളത്തിൽ നല്ല വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയും നമ്മുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് ചിന്തിക്കുകയും ചെയ്ത ദാർശനിക ബോധമുള്ള നല്ല പൗരന്മാർ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത് കൊണ്ടാണ് ഇത്രയും വലിയ സ്ഥാപനങ്ങൾ കെട്ടിപ്പോക്കാൻ കഴിയുന്നത്. ഞാനിവിടെ ഇരുന്നിട്ട് ഈ ബസ്സുകളൊക്കെ നോക്കിയായിരുന്നു. തിരുവനന്തപുരത്ത് തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ പോയി നിന്നൊരു പ്രതീതി, എത്ര ബസ്സുകളാണ് കിടക്കുന്നത്, ഒരു വണ്ടിയുടെ യാർഡാണോ തോന്നിപ്പോവും. പിന്നീട് ഞാൻ ആലോചിച്ചു, 7,500 കുട്ടികളെ കയറ്റി ഇറക്കാനുള്ള ബസ് വേണ്ടേ. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഈ സ്കൂൾ മാനേജറുടെ കയ്യിൽ അത്യാവശ്യം പണം ഉണ്ടല്ലോ. അത് ഞാൻ ആലോചിച്ചു, ദുഷ്ടബുദ്ധിയാ. എന്നാലും ഞാനത് ആലോചിക്കാതെ ഇരുന്നില്ല. അപ്പൊ അത് ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്, ഈ കുട്ടികൾക്ക് ഇത്രയും നല്ല കാര്യം. അതേസമയം എനിക്ക് വിഷമം തോന്നിയത്, ഇവിടെ A ഗ്രേഡ് വാങ്ങിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് പോലും ഇവിടെ +1 പ്രവേശനം കിട്ടാതെ പോകുന്ന സാഹചര്യമുണ്ട്. സീറ്റുകൾ കുറവുണ്ട്. മലപ്പുറത്തൊക്കെ കഴിഞ്ഞ തവണയും ഒരുപാട് പരാതികൾ ഈ +1 പ്രവേശനം കിട്ടുന്നില്ല എന്നൊക്കെ കേട്ടായിരുന്നു. നമ്മുടെ വാർത്താ ചാനലിലൊക്കെ അത് വന്നിരുന്നു. മാത്രമല്ല, ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാം, കേരളത്തിലെ വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന വാർത്താ ചാനൽ 24 ആണ്. ഇതൊരു തള്ളലല്ല. കുട്ടികള് എപ്പോഴും വിചാരിക്കുന്നത് അവർക്ക് പരീക്ഷ ഒന്ന് മാറ്റണമെങ്കിൽ അവരുടനെ എന്നെയാണ് വിളിക്കുന്നത്. എനിക്ക് കമന്റ് അയക്കും, സാർ. അതുപോലെ ചില കഴിഞ്ഞ തവണ ഫിസിക്സോ മാത്സോ പരീക്ഷ 10ാം ക്ലാസ്സിൽ കട്ടിയായപ്പോൾ എനിക്ക് എത്ര സന്ദേശമോ കിട്ടിയെന്നറിയോ. ഞാൻ ഉടനെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ കണ്ടപ്പോൾ ഒരിക്കൽ ചോദിച്ചു, നിങ്ങളാണോ കേരളത്തിലെ മന്ത്രി അതോ ഞാനാണോ എന്ന് ചോദിച്ചു.
കാരണം കുട്ടികൾ വിചാരിക്കുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ എല്ലാവരും കേൾക്കുമെന്നാണ് എൻ്റെ വിശ്വാസം അതാ, പക്ഷെ കേൾക്കത്തില്ലെന്ന് മാത്രം. അപ്പോ ചില കാര്യങ്ങളൊക്കെ ന്യായമായ പ്രശ്നങ്ങൾ ഞാൻ ഈ മന്ത്രിമാരെ പോലുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ പറയാറുണ്ട്, കുട്ടികളുടെ ബുദ്ധിമുട്ട് അവതരിപ്പിക്കാറുണ്ട്. ഇനിയും അതുകൊണ്ട് കുട്ടികൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ നിങ്ങൾ ന്യായമായ കാര്യങ്ങളെ പറയാവൂ. പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള ആൾക്കാരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. കൂട്ടത്തിൽ പറയട്ടെ, ഈ പരീക്ഷയുടെ ബുദ്ധിമുട്ടും ഞാൻ ഈ മന്ത്രിമാരുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ചോദ്യങ്ങൾ ഇടുമ്പോൾ കുട്ടികളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ചോദ്യങ്ങൾ ഇടരുത് എന്ന അഭിപ്രായക്കാരനാണ് ഞാനൊരു മാഷായിരുന്നു. തൃശ്ശൂർ ശ്രീകേരളവർമ്മ കോളേജിൽ കുറച്ചു കാലം അധ്യാപകനായതിനു ശേഷമാണ് ഞാൻ റേഡിയോ സ്റ്റേഷനിലേക്കും പിന്നീട് ഏഷ്യാനെറ്റ് വഴി ഫ്ലവേഴ്സിലും 24-ലും ഒക്കെ എത്തിയത്. ഞാൻ പറയാൻ വന്ന കാര്യം, ഒരുപക്ഷെ എടരിക്കോട് ഈ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇത്രയധികം കുട്ടികൾ പഠിക്കുന്നു. ഞാൻ പറയാൻ വന്ന മറ്റൊരു കാര്യമായിരുന്നു, എല്ലാ കാര്യങ്ങളും നമുക്ക് സംപ്രേഷണം ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് എക്സ്ക്ലൂസീവായിട്ട് ഒരു യൂട്യൂബ് ചാനൽ ഈ യാത്രയ്ക്കായിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് SKN40 എന്ന യൂട്യൂബിൽ പോയിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് ഈ ചാനൽ കിട്ടും. ഇപ്പോഴിത് ലൈവായിട്ട് നമ്മുടെ രശ്മി ടീച്ചറൊക്കെ നമ്മുടെ മണവാട്ടി ആയതൊക്കെ ലോകം കണ്ടിട്ടുണ്ട് ഈ ചാനൽ വഴി. അപ്പൊ ഇനി ബുക്കിംഗ് തുടരും. ഇനിയും ചിലപ്പം മണവാട്ടിയാകാനുള്ള അവസരങ്ങൾ കൂടുതൽ കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഞങ്ങൾ ഈ യാത്ര തിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഏറ്റവും വലിയ ഉത്കണ്ഠ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, നമ്മുടെ നാട്ടിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ കുട്ടികൾ മയക്കുമരുന്നിൽ പെട്ടുപോയിട്ടുണ്ട്. ഒരുപാട് കുട്ടികൾ അക്രമത്തിന്റെ നടുവിൽ പെട്ടുപോയിട്ടുണ്ട്. നമുക്ക് വലിയ സങ്കടം തോന്നും. നമ്മുടെ നാട്ടിലെ അമ്മമാർക്ക് ഇപ്പോൾ വലിയ ഭീതിയാണ്. മാറോടണച്ചു വളർത്തിയ കുട്ടികളൊക്കെ തന്നെ അതിരുവിട്ട കാര്യങ്ങളിലേക്കും അക്രമത്തിലേക്കും വൈകുന്നേരമായാൽ ഈ ലഹരി സംഘങ്ങളുടെ നടുവിലേക്കുമൊക്കെ യാത്ര പോകുന്നു എന്നറിയുമ്പോൾ ഭീതിതമായൊരു നിലവിളിയോടെ കിടപ്പുമുറിയിൽ മകൻ മടങ്ങി വരുന്നതും കാത്തിരിക്കുന്ന ഒരു അമ്മ, ഒന്നും അറിയാത്ത പ്രായത്തിൽ തന്നെ മകൾ ഇത്തരം ലഹരി സംഘങ്ങളുടെ വലയിൽ പെട്ടുപോയി അമ്മയോട് കയർക്കാൻ നിൽക്കുന്നു, അല്ലെങ്കിൽ ഉമ്മയോട് വഴക്കുണ്ടാക്കാൻ വരുന്നു എന്ന് പറയുന്ന അത്യന്തം അപകടകരമായ കാഴ്ച കേരളത്തിലെ ഉമ്മമാരും അമ്മമാരും അപ്പച്ചന്മാരും ഒക്കെ അനുഭവിക്കുന്നു. ഇതൊരു ചെറിയ പ്രശ്നമല്ല, നിങ്ങൾ കരുതുന്നത് പോലെ ഇത് നിസ്സാര പ്രശ്നമല്ല. എന്റെ പ്രിയപ്പെട്ട കുട്ടികളോട് ഞാൻ പറയുന്നത്, നിങ്ങൾ സ്കൂൾ വരാന്തകളിലൂടെ നടക്കുമ്പോഴോ നിങ്ങളുടെ ഈ സ്കൂളിലേക്ക് കയറുന്ന ഇടവഴികളിലും ഒക്കെ തന്നെ ഈ നരാധമന്മാർ, ഈ നെറികെട്ടവന്മാർ കാത്തു നിൽക്കുന്നുണ്ടാകും. ചെറിയ മിഠായി തരാം, കൂളെന്ന് പറയുന്ന ചില മിഠായിയൊക്കെ ഉണ്ട്. ഇപ്പം ലഹരി മിക്സ് ചെയ്ത ചില മിഠായികൾ കേരളത്തിന്റെ പല ജില്ലകളിലും ഞങ്ങളത് കണ്ടു. ഞങ്ങളൊരു അമ്പരപ്പോടെ ഓർക്കുകയായിരുന്നു. ആർത്തിമൂത്ത് വട്ടായ കുറെ കക്ഷികൾ പണമുണ്ടാക്കണം എന്ന ഒരൊറ്റ കാരണം കൊണ്ട് നമ്മുടെ കുരുന്നുകളെ കുരുതി കഴിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കുട്ടികളെ വലയിലാക്കാൻ, വളരെ ചെറിയ പ്രായത്തിലെ കുട്ടികളെ വലയിലാക്കി മയക്കുമരുന്ന് സംഘത്തിന്റെ തടവിലാക്കി കുട്ടികളെ പീഡിപ്പിക്കാനും കുട്ടികളെ ലഹരി സംഘങ്ങളുടെ വാഹകരായി മാറാനും കഞ്ചാവും കൊക്കൈനും ബ്രൗൺ ഷുഗറും അതുപോലെ MDMA എന്ന് പറയുന്ന സാധനങ്ങളും ഒക്കെ വിറ്റഴിക്കാൻ ഈ കുട്ടികളെ ഉപയോഗിക്കുന്ന അത്യന്തം അപകടകരമായ ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. ആലത്തൂർ പോലീസ് സ്റ്റേഷനിലെ CI പറഞ്ഞൊരു കാര്യം കേട്ട് ഞങ്ങൾ ഞെട്ടിപ്പോയി. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടം പോലെ സ്വാതന്ത്ര്യമുണ്ട്, പോലീസിനും എക്സൈസും വിളയാടാം, ഏത് കോട്ടകൊത്തളങ്ങളിലേക്കും നിങ്ങൾക്ക് കടന്നിയെല്ലാം, ആരുടെ മതിൽ പൊളിച്ചും നിങ്ങൾക്ക് റെയ്ഡ് നടത്താം. മുഖ്യമന്ത്രി പൂർണ്ണമായും നിങ്ങൾക്ക് അധികാരം തന്നിട്ടുണ്ട്, പ്രതിപക്ഷ നേതാവും നിങ്ങൾക്ക് അധികാരം തന്നിട്ടുണ്ട്. കക്ഷി രാഷ്ട്രീയത്തെ ഭേദമന്യേ നിങ്ങൾക്ക് ഏത് കേന്ദ്രങ്ങളിലേക്കും കയറി റെയ്ഡ് ചെയ്ത് ഈ നരാധമനവരെ കണ്ടുപിടിക്കാം. ഞാൻ 7ാം ക്ലാസ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ തിരുത്താൻ ശ്രമിച്ചു. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയും MDMAക്ക് അഡിക്റ്റ് ആണെന്നുള്ള ഭീകരമായ യാഥാർത്ഥ്യം അദ്ദേഹം എന്നോട് പറഞ്ഞു. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ജീവിതത്തിൽ ഏറ്റവും അപകടകരമായ അനുഭവമാണ്. ഉത്കണ്ഠയുടെ പിച്ചാത്തി മുനയിലിരിക്കുന്ന എത്രയെത്ര അമ്മമാർ ഇപ്പൊ കേരളത്തിലുണ്ട്. അമ്മമാരുടെ ചുടു കണ്ണുനീര് മണ്ണിലേക്ക് ഇറ്റിറ്റ് വീഴുകയാണ്. ഈ ഭൂമി പൊള്ളുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 9 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി MDMA പോലുള്ള പാഷാണത്തിന് അടിമയാകുന്നു. മാരക ലഹരിയാണത്. 6 7 തവണ 8 തവണ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ അതിഭീകരമായി അവനൊരു അഡിക്റ്റായി മാറും. അവനൊരു അഡിക്റ്റായാൽ എന്താണ് അവന് സംഭവിക്കുക എന്ന് നമ്മുടെ കുട്ടികൾ തിരിച്ചറിയണം. ഒരു മനോരോഗിക്ക് എന്ത് അവസ്ഥയുണ്ടോ, താൻ ചെയ്യുന്നത് എന്താണ് എന്നറിയാതെ പോകുന്ന മനോനില തെറ്റിയ ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെയാകുന്നോ അതിന്റെ ഇരട്ടിയിൽ മനോനില തെറ്റുന്ന ഒരാളായി മാറും. താൻ ചെയ്യുന്നത് എന്തെന്ന് അവന് മനസ്സിലാകില്ല. തന്റെ കൺമുന്നിൽ നിൽക്കുന്ന അമ്മയാണോ സഹോദരിയാണോ എന്നവന് മനസ്സിലാകില്ല. ഉമ്മയെയും ബാപ്പയെയും കണ്ട അവന് തിരിച്ചറിയില്ല. തിരിച്ചറിയാത്ത വിധം മനസ്സിന്റെ അബോധ തലങ്ങൾ മുഴുവൻ തകർന്ന്
മനസ്സും തലച്ചോറും തമ്മിലുള്ള വൈദ്യുത ബന്ധം ഇല്ലാതായി ജീവിതത്തിന്റെ കാന്തി മുഴുവൻ തകർന്ന് തരിപ്പണമാകുന്ന ഒരു മനുഷ്യക്കോലമായി ഇവൻ രൂപം കൊള്ളും. ഒരിക്കൽ അഡിക്റ്റ് ആയാൽ, MDMA പോലുള്ള മാരകമായ രാസലഹരിയിൽ ഒരിക്കൽ പെട്ടുപോയാൽ സാധാരണ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് മടങ്ങി വരാൻ വലിയ പ്രയാസമാകും. നിങ്ങളെ മാടി വിളിക്കാനും നിങ്ങളെ അപകടത്തിലേക്ക് ക്ഷണിച്ചു വരുത്താനും ഒരു കുരുതിക്കളത്തിലേക്ക് നിങ്ങളെ മുക്കിയെറിയാനും ഒരുപാട് ആളുകൾ ഈ നാട്ടിൽ തയ്യാറായി എന്ന് വരും. കുഞ്ഞുങ്ങളെ, നിങ്ങൾ യാത്ര ചെയ്യുന്ന വലിയ അപകടത്തിലേക്കാണ്. നിങ്ങൾ വീട്ടിലെത്തുമ്പോ ഒരു കാലമുണ്ടായിരുന്നു, കുട്ടികൾ പള്ളിക്കൂടത്തിലൊക്കെ പോയി തിരിച്ചു വീട്ടിലെത്തുമ്പോൾ ഉമ്മയോടും ബാപ്പയോടും ഒക്കെ സ്കൂളിൽ സംഭവിച്ചതെല്ലാം പറയുമായിരുന്നു. ഇന്നതല്ല. കുട്ടികളുടെ സ്മാർട്ട് ഫോണുമായി അവരുടെ മുറിയിലേക്ക് കയറിപ്പോകുന്നു, വാതിലുകൾ അടയുന്നു. 6-7 മണിക്കൂർ വാതിലുകൾ അടഞ്ഞു തന്നെ കിടക്കുന്നു. രാത്രി എപ്പോഴോ ഒരു നേരത്ത് ഉമ്മ ഭക്ഷണം കഴിക്കാനായി വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുന്നു, അടുക്കളയിലേക്ക് വരൂ. വാട്സപ്പിന്റെ കണ്ടുപിടിച്ചവൻ പോലും ബോധം കെട്ടു വീഴും കേരളത്തിലെ കലാപരിപാടി കണ്ടാൽ. തൊട്ടടുത്ത മുറിയിലിരിക്കുന്ന ആളുകൾക്ക് പോലും സന്ദേശങ്ങൾ അയക്കുന്ന ഉമ്മമാരും കുട്ടികളും മലപ്പുറം ജില്ലയിലുള്ള ഒരു കാഴ്ചയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വാട്സപ്പിന്റെ സാധ്യതകൾ ഉപയോഗിക്കുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷെ വാട്സപ്പ് തന്നെ ലഹരി വിപണനത്തിലുള്ള ഏറ്റവും വലിയ കേന്ദ്രമായി മാറുന്നു. കളമശ്ശേരി പോളിടെക്നിക് കോളേജിൽ എക്സൈസ് റെയ്ഡ് നടത്തിയപ്പോ 2 കിലോ കഞ്ചാവാണ് പിടിച്ചത്. ഈ പിടിച്ച കഞ്ചാവിന്റെ വിതരണം എങ്ങനെയാണെന്ന് അവർ പരിശോധിച്ചപ്പോ വാട്സപ്പിൽ കുട്ടികൾ തന്നെ ഇതിന്റെ വിതരണക്കാരാണ്. ഡിസ്ട്രിബ്യൂഷൻ കുട്ടികളെ ഏറ്റെടുത്തിരിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആദ്യം പോലീസുകാർ വിചാരിച്ചു ഈ കഞ്ചാവെല്ലാം ഈ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണെന്ന്. ഹൈബ്രിഡ് കഞ്ചാവ് എന്നൊരു സാധനം താൻസാനിയിൽ നിന്ന് ഈ അടുത്തിടെ പിടിച്ചു. ഹൈബ്രിഡ് കഞ്ചാവ് എന്ന് കേൾക്കുമ്പോൾ സുഖമെന്ന് തോന്നുന്നു നമുക്ക്. ഈ ഹൈബ്രിഡ് കഞ്ചാവ് MDMA-ക്കാളും അപകടകാരിയാണ്. മനുഷ്യ ശരീരത്തെ എങ്ങനെ തകർന്ന് തരിപ്പണമാക്കാൻ MDMA-ക്ക് കഴിയുമെന്നത് കോഴിക്കോട് താമരശ്ശേരിയിൽ നടന്ന ദൃഷ്ടാന്തത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകും. ഇവിടെ പോലീസുകാരൻ MDMA കൈയോടെ പിടിച്ചപ്പോ MDMA അടങ്ങിയ കവറ് ഈ കക്ഷി അങ്ങ് വിഴുങ്ങി. ആമാശയത്തിൽ കിടന്നത് പൊട്ടി അയാൾ മരിച്ചുപോയി. ആമാശയത്തിൽ കിടന്ന ഒരു കവർ പൊട്ടിയാൽ ഒരാൾക്ക് മരണം സംഭവിക്കുമെങ്കിൽ ആ സാധനം എത്ര അപകടകാരിയാകും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നമുക്കറിയാം, എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടാത്തൊരു കാര്യം നമ്മുടെ സാമാന്യ ബുദ്ധി നഷ്ടപ്പെടുകയും നമ്മൾ ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാകാതെ പോവുകയും നമ്മുടെ രോഗനില വഷളായി ഒരു മനോനില തകർന്ന് തരിപ്പണമായിട്ട് നമുക്ക് ബോധമില്ലാത്ത ഒരു തലത്തിലേക്ക് നമ്മൾ മാറുന്നതാണ്. ഭ്രാന്ത് എന്ന് വിളിക്കും. മനുഷ്യന് വരുന്ന ഭ്രാന്തിനേക്കാളും വലിയ അപകടമാണ് MDMA ഉണ്ടാക്കുന്ന ഭ്രാന്ത്. നമ്മൾ അറിയണം. ഭ്രാന്ത് ഒരു മനുഷ്യന്റെ ശരീരത്തിലെ ജീൻ ഫാക്ടർ കൊണ്ടുണ്ടാകുന്നതാണ്. അയാളുടെ കുറ്റമല്ലത്. ഏതോ ഒരു തലമുറയിൽപ്പെട്ട ശരീരത്തിൽ കടന്നു കയറിയ ഒരണു അയാളുടെ ബോധം തലങ്ങളെ മുഴുവൻ നശിപ്പിച്ചു കളയുന്നതിലൂടെയാണ് ഈ മനോരോഗം നമുക്ക് വരിക. എന്നാൽ നമ്മളൊരു 4-5 തവണ ഈ മാരകമായി പാഷാണം കഴിക്കുന്നത് കൊണ്ട് മാത്രം നമ്മുടെ സ്വാസ്ഥ്യം കെട്ടുപോകുന്ന, സ്വസ്ഥത കെടുത്തുന്ന രീതിയിൽ നമ്മുടെ മനോനില നമ്മൾ തന്നെ തകർത്ത് കളയാണ്. കുട്ടികളെ, നമുക്ക് ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങൾ തേടാനുണ്ട്. നമ്മളെ കാത്തിരിക്കുന്ന ഉമ്മമാർ വീട്ടിലുണ്ട്. അവർക്ക് നിങ്ങൾക്ക് കൊടുക്കുന്ന സ്വാതന്ത്ര്യവും നിങ്ങൾക്ക് വേണ്ടി ചിലവാക്കുന്ന പണവും കൊണ്ട് നിങ്ങൾ പഠിച്ചു വളർന്ന് ഏണിപ്പടികൾ ഇങ്ങനെ കടന്നു കയറി ജീവിതത്തിന്റെ സൗഭാഗ്യമെല്ലാം നേടി വലിയ ഉയരങ്ങളിലെത്തുമ്പോ നിങ്ങൾ ഈ സായന്തന കാലത്ത് ജീവിത സായാഹ്നത്തിൽ അവർക്കൊരു ഊന്നുവടിയാകും എന്ന വിശ്വാസം എവിടെയോ ഈ ഉമ്മമാരുടെ മനസ്സിലേക്ക് ചേക്കേറിയിട്ടുണ്ട്. എന്നാൽ അകാലത്തിലെ ഇത്തരം അപരാധങ്ങളിലേക്ക് നിങ്ങൾ മൂക്കുകുത്തി വീണാൽ, മയക്കുമരുന്നിലേക്ക് നിങ്ങൾ അടിപ്പെട്ടു പോയാൽ എന്നേക്കുമായ സ്വപ്നം തല്ലിക്കെട്ടു പോകും, തകർന്ന് തരിപ്പണമാകും. നമുക്കൊരിക്കലേ ഇതൊക്കെ നശിപ്പിക്കാൻ കഴിയൂ. നശിച്ചു പോയാൽ ഇല്ലാതായി. നമ്മുടെ യാത്രക്കിടയിൽ ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ പോയി ഞാൻ 1-2 ഇങ്ങനെ MDMA കഴിച്ച രോഗികളെ കണ്ടു. നമുക്കൊന്നേ നോക്കാൻ കഴിയൂ. കണ്ണുകൾ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരുന്നത് പോലെ നമുക്ക് തോന്നും. കവളൊക്കെ ഒട്ടി കോലം കെട്ട് ആരെയോ പ്രതികാരത്തിനായി കാത്തിരിക്കുന്ന ഒരാൾ പോലെ. ഇവരുടെ മുന്നിൽ ശത്രുക്കൾ മാത്രമേ ഉള്ളൂ. ചോര ചിന്തുന്നത് അവർക്ക് വല്ലാത്തൊരു മാസ്മര ലഹരിയാണ്. അവർ കൊലക്കത്തി കയ്യിലെടുക്കും. കൺമുന്നിൽ നിൽക്കുന്നത് ഉമ്മയാണെന്ന് അവൻ അറിയില്ല, ബാപ്പയാണെന്ന് അവന് മനസ്സിലാവില്ല. അമ്മയുടെ പള്ളയിലേക്ക് കത്തി കയറ്റാൻ അവന് താല്പര്യക്കുറവില്ല. ചില ആളുകളൊക്കെ പറയും, എന്റെ കുട്ടികളൊക്കെ നല്ല സ്വഭാവമാണ്, അവരിങ്ങനെയുള്ള ലഹരികളൊന്നും ഉപയോഗിക്കില്ല, അതുകൊണ്ട് ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല, അതുകൊണ്ട് ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല. അങ്ങനെ ബാധിക്കുന്ന പ്രശ്നമായിരുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും ഈ 30 ദിവസം നീളുന്ന ഒരു യാത്രയ്ക്ക് ഇറങ്ങില്ലായിരുന്നു. നിങ്ങൾക്കറിയാം, 40 ഡിഗ്രി ചൂടിൽ പാലക്കാട് കത്തുകയാണ്. മിക്കവാറും ജില്ലകളിൽ 39 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഈ ചൂടിനെ കടന്നു പോകാൻ
AC മുറികളിൽ നിന്ന് വാർത്ത വായിച്ച് പരിചയമുള്ള ഞങ്ങൾക്കാകുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. ചൂടിന്റെ കാഠിന്യത്തെക്കാളും മനുഷ്യ മനസ്സിനെ തകർത്ത് കളയുന്ന MDMA വ്യാപനം നമ്മുടെ അമ്മമാരുടെ കണ്ണുനീരാകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോ നമ്മുടെ ഉമ്മമാരുടെ സ്വാസ്ഥ്യം കെടുത്തുകയും അവരുടെ രാവുകളെല്ലാം നിദ്രാവിഹീനങ്ങളാവുകയും രാത്രി കിടന്നാൽ ഉറക്കം വരാത്ത അവസ്ഥ ബാപ്പയ്ക്കുണ്ടാകുകയും ചെയ്യുന്ന ഒരു ജീവിത സാഹചര്യം കേരളത്തിന്റെ എല്ലാ ഗ്രാമാന്തരങ്ങളിലും എല്ലാ പഞ്ചായത്തുകളിലും ഉത്ഭവിച്ചിരിക്കുന്നത് മനസ്സിലാക്കിയ നിമിഷമാണ് ഞങ്ങൾ ഈ 50-60 പേരടങ്ങുന്ന വാർത്താ സംഘം സ്റ്റുഡിയോ വിട്ട് നാട്ടിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചത്. ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ തന്നെ ഇങ്ങനൊരു മാധ്യമത്തിൽ വാർത്ത വായിക്കുന്നവർ ഇങ്ങനെ ഒരു യാത്രയ്ക്ക് ഇറങ്ങിയതായി രേഖയിലില്ല. ഒരുപക്ഷെ ഇനി ഞങ്ങൾ ഇറങ്ങിയില്ലെന്ന് വരാം. ഈ പ്രശ്നം എന്നേക്കുമായി കുഴിച്ചു മൂടുക എന്നൊരൊറ്റ ലക്ഷ്യം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. കേരളം എന്ന് പറയുന്ന ഈ പുണ്യപുരാതന ഭൂമി 365 ദിവസവും കൃഷി ഇറക്കാൻ പറ്റുന്ന 44 പുണ്യ നദികളുടെ ഈറ്റില്ലമായ ഈ സംസ്ഥാനം കരാളഹസ്തങ്ങളിൽപ്പെട്ട് ഈ മാഫിയകളുടെ, നിങ്ങൾക്കറിയാം, അന്തർദേശീയ മാഫിയ സംഘങ്ങളാണ് ഇതിന്റെ പിന്നിൽ. ഇത് മലയാളികൾ മാത്രമല്ല, ഈ മാഫിയ സംഘങ്ങൾ നമ്മുടെ കുരുന്നുകളെ കുരുതി കൊടുക്കാൻ ഇനി ഒരു നിമിഷം പോലും നമ്മൾ അനുവദിച്ചുകൂടാ എന്നൊരു തീരുമാനത്തിലാണ് ഞങ്ങളുടെ ഈ യാത്ര. ഇതിൽ മലയാളികളാണ് കുറ്റവാളികൾ കൂടുതൽ, നിങ്ങൾ തിരിച്ചറിയുക. ബംഗളൂരു പോലുള്ള നഗരങ്ങളിലേക്ക് യാത്ര പോയി പണമുണ്ടാക്കണമെന്ന ഒരൊറ്റ ലക്ഷ്യം കൊണ്ട് ഈ കേരളത്തിലെ ഗ്രാമങ്ങളിലേക്കും നഗരങ്ങളിലേക്കും കുട്ടികൾക്ക് ഈ മാരക വിപത്ത് കൈകാര്യം ചെയ്യുന്നത് മലയാളികളാണ്. അവരെ നമ്മൾ കണ്ടെത്തണം. ഈ മലയാളികളെ നമ്മൾ ആട്ടിപ്പായിക്കണം. അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന് തോന്നിയാൽ, എന്റെ കുട്ടികൾ നിഷ്കളങ്കരാണ്, തറവാടിത്തമുള്ളവരാണ്, നല്ല വീട്ടിൽ പിറന്നവരാണ്, അവർ പാലേ കഴിക്കൂ എന്നാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ, നിങ്ങളുടെ അടുത്ത വീട്ടിൽ അയലത്ത് ഒരുവൻ MDMA മാരകമായ പിടിയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവൻ കൊലക്കത്തിയുമായി പാതിരാ നേരം നിങ്ങളുടെ വാതിലുകൾ ചവിട്ടി പൊളിച്ച് കടന്നു കയറിയെന്ന് വരും. നിങ്ങളുടെ സ്വാസ്ഥ്യം കെടുത്തുന്ന സാഹചര്യം അവൻ ഉണ്ടാക്കും. രക്തം ചീറ്റിത്തെറിക്കുമ്പോ അവൻ ആർത്തിച്ചിരിക്കും. നിങ്ങളുടെ ഉറക്കം അവൻ കെടുത്തും. പോലീസിന് ചിലപ്പോൾ ഒന്നും ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. നമ്മുടെ പോലീസ് സേന ഇപ്പോൾ കുറച്ചു കാലമായി ഉറങ്ങാറില്ല. അവരുണർന്നിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് നമുക്കൊക്കെ ഇപ്പോഴും ഉറങ്ങാൻ കഴിയുന്നത്. അവർക്ക് വേണ്ടുന്ന പിന്തുണ കൊടുക്കുക. അധ്യാപകൻ വിദ്യാർത്ഥി എന്തെങ്കിലും പറഞ്ഞാൽ സ്കൂളിൽ പോയി അധ്യാപകനുമായി തല്ലുകൂടാൻ താല്പര്യം കാണിക്കുന്ന മാതാപിതാക്കൾ നമ്മുടെ ഉണ്ട്. ഈ എടരിക്കോട് PKMH ഹയർ സെക്കൻഡറി സ്കൂളിലും അങ്ങനെയുള്ള അനുഭവം ഉണ്ടായി കാണും. അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, കുട്ടികളെ അധ്യാപകൻ ശാസിക്കുകയോ കുട്ടികളുടെ ചെവിക്കൊന്ന് പിടിക്കുകയോ കുട്ടികൾക്ക് വേണ്ടി അധ്യാപകൻ ചൂരൽ കയ്യിലെടുക്കുകയോ ചെയ്താൽ നിങ്ങളതിൽ അഭിമാനിക്കണം. നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ കഴിയാത്തതാണ് അധ്യാപകൻ പള്ളിക്കൂടത്തിൽ ചെയ്യുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മാത്രമല്ല, കേരള ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്, അധ്യാപകരുടെ മേൽ അനാവശ്യമായി കേസിടരുത്. അവർ ചൂരൽ കയ്യിലെടുക്കട്ടെ. അവരുടെ ശാസന കുറഞ്ഞു പോയതാണ് ഈ നാട്ടിൽ ഈ പ്രതിസന്ധിക്ക് കാരണം. അധ്യാപകൻ എന്തെങ്കിലും കുട്ടിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട്. ക്ലാസ് മുറിയിൽ നിന്ന് പഠിക്കുന്ന കുട്ടിയിൽ ഉണ്ടാകുന്ന ഭാവചലനം, ഓരോ മാറ്റവും ഏറ്റവും മനസ്സിലാകുന്നത് അധ്യാപകർക്കാണ്. ആദ്യം ഒരു സാമൂഹ്യവൽക്കരണം എന്ന പ്രക്രിയയിലേക്ക് കുട്ടിയെ കൈപിടിച്ച് നടത്തുന്നത് വീട്ടിലുള്ള അച്ഛനും അമ്മയുമാണെങ്കിൽ, കുട്ടി സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ ആ ജോലി അധ്യാപകർ ഏറ്റെടുക്കുന്നു. പ്രിയപ്പെട്ട അധ്യാപകരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങളുടെ ഇതൊരു ജോലിയല്ല. ഞാനും അധ്യാപകനായിരുന്നുകൊണ്ട് പറയുകയാണ്, ഇതൊരു ജോലിയല്ല, ഇതൊരു സാമൂഹ്യ സേവനമാണ്. മാസാമാസം നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്നുവെങ്കിൽ ലോകത്തിലേക്ക് ഏറ്റവും ആദരവുള്ള ജോലി എന്താണ് എന്നോട് ഈ ജോലിയെല്ലാം കടന്ന ഒരാളെന്ന നിലയിൽ ആരെങ്കിലും ചോദിച്ചാൽ അത് അധ്യാപകന്റെ ജോലിയാണെന്ന് പറയും. ഞാൻ പഠിപ്പിച്ച കോളേജിലേക്ക് 40 കൊല്ലത്തിന് ശേഷം ഞാൻ കടന്നു ചെല്ലുമ്പോഴും അവിടുത്തെ കുട്ടികൾ ശ്രീകണ്ഠൻ മാഷ് വന്നു എന്നാ പറയുന്നത്. അതിലൊരു കുട്ടിയെ പോലും എനിക്ക് നേരിട്ടറിയില്ല. എന്നാൽ കേരളത്തിലെ മിക്ക ടെലിവിഷൻ ചാനലുകളും ജോലി ചെയ്ത ഒരാളെന്ന നിലയിൽ നിങ്ങളോട് ഞാൻ തുറന്നു പറയുകയാണ്, മഴ പെയ്യുമ്പോൾ പോലും ഒരു ചാനലിന്റെ വരാന്തയിൽ നമുക്ക് കയറി നിൽക്കാൻ പറ്റില്ല. കയറിയാൽ ശത്രു വന്നിരിക്കുന്നു എന്ന രീതിയിൽ തന്നെ അവർ ഡീൽ ചെയ്യും. കാര്യം ഇയാളെ രഹസ്യം മൂട്ടിക്കാൻ ഇറങ്ങിയാന്ന് വിചാരിക്കും അവര്. കാരണം അപ്പൊ അധ്യാപകന്റെ ജോലി എത്ര മഹത്തരമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഇന്നു മുതൽ അല്ലെങ്കിൽ നാളെ മുതൽ, ഇപ്പൊ സ്കൂൾ അടച്ചിരിക്കുകയാണെന്ന് എനിക്കറിയാം, 3 പേരടങ്ങുന്ന ഒരു സമിതി ഓരോ ക്ലാസ്സിലും ഉണ്ടാകണം. ക്ലാസ്സിലെ പ്രധാന അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ, പിന്നീട് PTA ഒരാള്, ക്ലാസ്സിലെ മോണിറ്റർ. ഈ 3 പേരും ചേർന്ന് സ്കൂൾ ബാഗുകൾ പരിശോധിക്കണം. കുട്ടികൾക്ക് അമിതമായ സ്വാതന്ത്ര്യത്തിനൊന്നും ആവശ്യമില്ല. ഈ സ്വാതന്ത്ര്യം കൂടിയപ്പോഴാണ് നമുക്ക് പ്രശ്നം. നിങ്ങൾക്കറിയാമോ, ബംഗളൂരു പോലെയുള്ള നഗരങ്ങളിലൊക്കെ നഴ്സിംഗ് ഒക്കെ പഠിക്കാൻ പോകുന്ന പല കുട്ടികളും ഇന്ന് അവിടുത്തെ പോലീസിന് തലവേദനയാണ്. അവിടുത്തെ ഒരു സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞ കാര്യം നമ്മുടെ റിപ്പോർട്ടറാണ് പറഞ്ഞത്. ഇങ്ങനെ പോയാൽ കേരളത്തിലെ ആളുകൾക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു ജയിൽ ഞാൻ ഉണ്ടാക്കേണ്ടി വരുമെന്ന് അദ്ദേഹം പറഞ്ഞത്. 10 പേരെ അറസ്റ്റ് ചെയ്യുമ്പോൾ 8 പേരും മലയാളികളാണ്.
സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ഉപയോഗിക്കണമെന്നറിയാത്ത ഒരു തലമുറ നമ്മുടെ നാട്ടിൽ കൈയും കാലും വെച്ച് വളരുകയാണ്. നമുക്കറിയുന്നത് പോലെ ഈ നാടിങ്ങനെ വിടാൻ പറ്റില്ല. നമ്മുടെ നാട്ടിൽ ഇപ്പൊ നിങ്ങൾക്ക് സ്വതന്ത്രമായി ഹൈവേ വഴി വണ്ടി ഓടിച്ചു പോകാൻ പറ്റില്ല. ചിലപ്പോ 16 വയസ്സുള്ളൊരു പയ്യനായിരിക്കും നിങ്ങളുടെ മുന്നേ കയറി നിന്ന് കത്തിയുമായി ചീച്ച് പാഞ്ഞടുക്കുന്നത്. നമ്മുടെ കുട്ടികൾ മാത്രം നന്നായതുകൊണ്ട് ഈ നാട്ടിൽ സമാധാനം പുലരുമെന്ന് ഒരു ധാരണയും നിങ്ങൾക്ക് വേണ്ട. MDMA പോലുള്ള മാരക ലഹരി അതിന്റെ ഉറവിടങ്ങളിൽ പോയി തകർക്കാൻ നമ്മുടെ പോലീസിന് കരുത്ത് പകരുന്ന രീതിയിലുള്ള പിൻബലം നമ്മൾ അവർക്ക് കൊടുക്കണം. നമ്മുടെ എക്സൈസ് സംവിധാനവും നമ്മുടെ പോലീസ് സംവിധാനവും മിടുക്കരായ പോലീസ് സംഘമുള്ള സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ വിഖ്യാതരായ പോലീസുകാർ നമുക്കുണ്ട്. അവർ നമ്മുടെ സമ്പാദ്യമാണ്. സ്വന്തം ജീവൻ പണയം വെച്ചും അവർ ഇത്തരം ഉറവിടങ്ങൾ തേടി പോകും. എന്നാൽ ഈ പോലീസ് സംഘം ഉറവിടങ്ങൾ തേടി പോകുമ്പോ അവിടെ മറ്റുള്ള ജാർഖണ്ഡിലുമൊക്കെ പോയ പോലീസ് സംഘം പറയുന്നത് അടുത്ത പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഞങ്ങൾ 2 പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണെന്ന് പറയുമ്പോൾ അപ്പൊ തന്നെ പോലീസുകാരെ വിളിച്ച് കേരളത്തിൽ നിന്ന് പോലീസ് വന്നിട്ടുണ്ട്, സ്ഥലം കാലിയാക്കിക്കോളാനാ പറയുന്നത്. നമുക്കറിയാം ഇന്ത്യൻ മിലിറ്ററി കടന്നു കയറാൻ കഴിയുന്ന സ്ഥലങ്ങളിൽ മാത്രമാണ് പല ഈ മാഫിയ സംഘങ്ങളും ഒളിച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയുന്നല്ലേ കൊച്ചുപിച്ചാത്തി നടക്കുന്ന ഒരു സാധാരണ കപലച്ചട്ടമ്പി അല്ല ഈ ഇത്തരം മയക്കുമരുന്ന് വിൽക്കുന്ന ലോബികൾ. അപ്പൊ രാജ്യാന്തര തലത്തിലെ നല്ല ഒന്നാന്തര റൌഡികളാണ്. കൊല്ലണമെന്ന് പറഞ്ഞാൽ അവർ കൊല്ലും, തിന്നണമെന്ന് പറഞ്ഞാൽ അവർ തിന്നും. അത്തരമൊരു റൌഡി സംഘം ഈ നാടിനെ കശക്കി എറിയാൻ കച്ചകെട്ടി ഇറങ്ങിയിട്ട് കുറച്ചു കാലമായി. നമ്മൾ ലേറ്റായി പോയി, നമുക്കിത് മനസ്സിലാക്കാൻ ലേറ്റായി പോയി, കൈവിട്ടു പോയിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ. എന്നാൽ നമുക്കതും പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. നമുക്ക് തിരിച്ചു പിടിക്കണം. ഈ നാടിന്റെ സ്വാസ്ഥ്യം കെടുത്തുന്ന വൃത്തികെട്ട ശക്തികൾ അത് ആരായാലും അവനെ കയ്യാമം വയ്ക്കാൻ കഴിയുന്നൊരു പോലീസ് സംവിധാനം നമ്മുടെ സംസ്ഥാനത്തുണ്ട്. ആ പോലീസ് സംവിധാനത്തിന് ശക്തി പകരുകയാണ് ഇപ്പോൾ നമ്മുടെ ജോലി. എൻഫോഴ്സ്മെന്റ് പോലീസിന്റെ പണിയാണ്, നമ്മുടെ പണിയല്ല. നമുക്ക് പ്രചാരണ വേല മാത്രമേ ചെയ്യാൻ കഴിയൂ. എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റുന്നത് 7500 കുട്ടികൾ പഠിക്കുന്ന ഈ സ്കൂള് ഒരു അഭിമാനമാണ്. മലപ്പുറത്ത് കേരളത്തിൽ ഒരു അഭിമാനമാണ്. ഞങ്ങളുടെ കാസർഗോഡ് ഈ യാത്ര അവസാനിപ്പിച്ചു കഴിയുമ്പോൾ 1,00,000 പേരോട് ഒരു ശക്തി പ്രകടനം കോഴിക്കോട് ബീച്ചിൽ സംഘടിപ്പിക്കുന്നുണ്ട്. എന്തിന് 1,00,000 പേര്? 10,000 പേരെ സംഘടിപ്പിച്ചാലും ഞങ്ങളുടെ ക്യാമറയുടെ സാധ്യത ഉപയോഗിച്ച് അത് പെരുപ്പിച്ച് കാണിക്കാൻ ഞങ്ങൾക്ക് പറ്റും. പക്ഷെ ഞങ്ങൾ പറയുന്നു 1,00,000-ത്തിലധികം ആളുകൾ പറ്റുമെങ്കിൽ 2,00,000 ആയാലും സാരമില്ല. കാരണം ഇപ്പൊ ചിലപ്പോൾ ഏതെങ്കിലും ഒരു സാറ്റലൈറ്റ് വഴി, ഒരു ഉപഗ്രഹം വഴി ഞാനിവിടെ ഈ എടരിക്കോട് സ്കൂളിൽ സംസാരിക്കുന്നത് ഏതെങ്കിലും ഒരു മാഫിയ സംഘത്തലവൻ കേൾക്കുന്നുണ്ടാകണം. മലയാളമൊക്കെ അവന് പെട്ടെന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് അവന്റെ ഭാഷയിലേക്ക് മാറ്റാൻ പറ്റും. എന്റെ കഴുത്തെ തല കാണില്ല എന്ന് പല ആളുകളും ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എല്ലാ ദിവസവും രാവിലെ കഴുത്തിൽ തല തപ്പി നോക്കുന്ന പണിയാണ് ഇപ്പൊ നമുക്ക്. പക്ഷേ നമ്മള് എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, ധൈര്യശാലി ഒരിക്കലേ മരിക്കൂ. ഒരു ഭീരു ജീവിതത്തിൽ ഒരുപാട് തവണ മരിക്കും, മരിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ അതിനെക്കുറിച്ചൊന്നും അറിയിടല്ല. മരണമെന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഇത് നമ്മളെ തേടി വരും. പക്ഷെ MDMA പ്രശ്നം അതല്ല. ഒരു മനുഷ്യൻ MDMA അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ അവന്റെ ആയുസ് ബലം 7 കൊല്ലം മാത്രമാണ്. 85-90 കൊല്ലക്കാലം ഈ മണ്ണിൽ ഒരു ക്വാളിറ്റി ലൈഫ് നയിക്കാൻ കഴിയുന്ന ഒരു സാധാരണക്കാരൻ 7 കൊല്ലം കൊണ്ട് അവന്റെ ജീവിതം കശക്കി എറിഞ്ഞ് ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലുമെന്ന രീതിയിൽ നമ്മുടെ സംസ്ഥാനത്ത് ജീവിച്ചു തീർക്കുമെന്നുള്ളത് ഏറ്റവും അപകടകരമായ ജീവിത സാഹചര്യമാണ്. ഇതുണ്ടാകാൻ പാടില്ല. നമുക്കിനി നമ്മുടെ കുട്ടികൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ, ഇവരെ ഒന്നും മാടി വിളിച്ച് ഈ ലഹരി മരുന്നിലേക്ക് മൂക്കൂത്തി വീഴ്ത്താൻ നമ്മൾ അനുവദിച്ചുകൂടാ. ഏതെങ്കിലും ഒരു വൃത്തികെട്ട ജന്മത്തിന് പണം ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ കുട്ടികളെ ബലിമൃഗമാക്കാൻ പാടില്ല. അവരെ ബലിയാടാക്കാൻ നമ്മൾ അനുവദിക്കരുത്. രക്ഷകർത്താക്കളുടെ ഭാരിച്ച ഉത്തരവാദിത്തമാണത്. നമുക്കിനി എന്ത് സംഭവിച്ചാലും കോഴിക്കോട് ഈ മാസം 20-ാം തീയതി 1,00,000 ആൾക്കാർ വിദേശത്തിന് നമ്മളെ നിരീക്ഷിക്കുകയും കേരളത്തിന്റെ അയൽ സംസ്ഥാനമായ കർണാടകത്തിൽ നിന്ന് ഇത്തരം ലഹരി സാധനങ്ങൾ കേരളത്തിലേക്ക് ഒഴുക്കി വീഴുകയും ചെയ്യുന്ന വലിയ മാഫിയ തലവന്മാരോട് നമുക്ക് കേരളത്തിന്റെ സംഘബോധം, നമ്മുടെ സംഘടിത ശക്തി എന്താണെന്ന് വിളിച്ചു പറയണം. ഈ സംഘബലത്തിലൂടെ നിന്റെ കോട്ടകൊത്തളങ്ങളിലേക്ക് ഞങ്ങൾ ഇരച്ചു കയറും എന്നൊരേ ശബ്ദത്തിൽ നമുക്ക് പറയണം. കോഴിക്കോട് കടപ്പുറത്ത് കടലിന്റെ ഇരമ്പിയാർക്കുന്ന വേഗത്തിന് ഒപ്പുറം പോകുന്ന ഒരേ ശബ്ദത്തിൽ നമുക്ക് വിളിച്ചു പറയണം, ഒരു MDMA-കാരനും കേരളത്തിൽ കാലുകുത്താൻ ഇനി ഞങ്ങൾ അനുവദിക്കില്ല. അവസാനത്തെ MDMA-കാരനും ഈ നാട് വിട്ടു പോകണം എന്ന് നമ്മൾ ആവശ്യപ്പെടണം. ഇനി നമുക്ക് സമയമില്ല, നമ്മൾ താമസിച്ചു പോയി. കാരണം ഒരു ദിവസം ഏതാണ്ട് 640 പേർ MDMA പോലുള്ള രാസലഹരിക്ക് അടിമയാകുന്നു എന്നാണ് അനൗപചാരികമായ കണക്ക്. 30 ദിവസം നിങ്ങൾ കൂട്ടിക്കോളൂ, എത്രയായിരം ആളുകൾ ഇതിൽ മുഖം കുത്തി വീഴും. നമ്മളിനി കാത്തിരുന്നിട്ട് എന്ത് കാര്യം? അതുകൊണ്ട് നിങ്ങൾ ഈ സ്കൂളിൽ 7500 കുട്ടികൾ പഠിക്കുന്നുവെങ്കിൽ
70,000 പേർക്ക് വീതം ഈ സന്ദേശം എത്തിക്കണം. ഈ രാസലഹരി നിങ്ങളുടെ ജീവിതം തകർത്തെറിയും. നിങ്ങൾക്ക് ഏറ്റവും ജീവിതമാണ് സുഹൃത്തുക്കളെ ലഹരി. ഇത് എൻജോയ് ചെയ്യണം. ജീവിതം നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെയുണ്ട്? നമ്മളെ സ്നേഹിക്കാൻ ഇഷ്ടം പോലെ ആളുകളുണ്ട്. സ്കൂളിൽ ചെന്നാൽ നമ്മളെ മക്കളെ പോലെ സ്നേഹിക്കാൻ നമ്മുടെ അധ്യാപകരുണ്ട്. വീട് വിട്ടിറങ്ങിയാൽ നമ്മളെ സ്നേഹിക്കാൻ നാട്ടുകാരുണ്ട്. മലയാളികളുടെ കുടുംബ ബന്ധങ്ങളും കുടുംബത്തിന്റെ ദാർഢ്യവും ഒക്കെ നമ്മൾ അർഹിക്കുന്ന ഗൗരവത്തോടെ മനസ്സിലാക്കണം. ഒരു കാലമുണ്ടായിരുന്നു കേരളത്തിൽ, അപരിചിതനായ ഒരുവൻ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ കറങ്ങി നടന്നാൽ ഇയാളെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ എന്ന് പറയുന്ന കേശവൻ ചേട്ടൻ നമുക്കറിയാമായിരുന്നു, സലാമിനെ നമുക്കറിയാമായിരുന്നു. ഇന്ന് അങ്ങനെയുള്ള ആളുകളില്ല. കാരണം മോളെന്തിനാ അവിടെ കിടന്ന് കറങ്ങുന്നതെന്ന് ചോദിച്ചാൽ അയാളുടെ വീട് കീഴിൽ അടിക്കാൻ നമ്മുടെ ആൾക്കാർ തയ്യാറാവും. എന്റെ മോളോട് പറയാൻ നീ ആരടാ? എന്റെ മോളും നിന്റെ മോളും മാത്രമായി നമ്മൾ ജാതിയുടെയും മതത്തിന്റെയും ഒക്കെ പേരിൽ നമ്മൾ ആൾക്കാരെ ഡിവൈഡ് ചെയ്ത് അവസാനം MDMA എന്ന് പറയുന്ന അല്ലെങ്കിൽ രാസലഹരി എന്ന് പറയുന്ന മാരക വിഷത്തിന്റെ മുന്നിൽ നമ്മൾ തകർന്നടിയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ശ്വാസം മുട്ടുന്ന അവസ്ഥയാണ്. നിങ്ങൾ അന്വേഷണ കുതുകിയായ ഒരു പോലീസ് ഉദ്യോഗസ്ഥരോട് ചോദിക്കൂ, അവർക്ക് ഉറങ്ങാൻ പറ്റില്ല. അത്ര അപകടകരമായ ജീവിത സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടായി കഴിഞ്ഞു. അതുകൊണ്ട് ഏപ്രിൽ 20-ാം തീയതി, ഈ മാസം 20-ാം തീയതി നിങ്ങളെ എല്ലാവരെയും ഞാൻ കോഴിക്കോട്ടേക്ക് വിളിക്കുകയാണ്. ഇതിന്റെ മാനേജരായ ശ്രീ ബഷീർ പൂഴിക്കലിനോട് എന്റെ ഒരു അഭ്യർത്ഥനയുണ്ട്. നമ്മുടെ KSRTC ബസ് സ്റ്റേഷൻ പോലെ കിടക്കുന്ന കുറെ വണ്ടികളില്ലേ, ഈ വണ്ടികളിൽ കുറെ ആൾക്കാരെ കയറ്റി അങ്ങ് കോഴിക്കോട്ട് എത്തിക്കണം 4 മണിക്ക്. എന്നിട്ട് ഒരു 6-7 മണിയാകുമ്പോൾ തിരിച്ചു പോന്നോളൂ. കാര്യം ഈ കുട്ടികളും ഇതിൽ അണിചേരണമെന്നാണ് ഞാൻ പറയുന്നത്. വ്യക്തിപരമായി എനിക്കെന്തെങ്കിലും നാശം ഇതിന്നുണ്ടാകുമോ എന്ന് നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല, ഹാഷ്മി താജ് ഇബ്രാഹിം ചിന്തിക്കുന്നില്ല, S വിജയകുമാറും ചിന്തിക്കുന്നില്ല. നമുക്കൊന്നേ ആഗ്രഹമുള്ളൂ. കേരളം എന്ന് പറയുമ്പോ നമുക്ക് കാണുന്നൊരു സുഖമുണ്ട്. നമ്മുടെ ഈ കൊച്ചി വിമാനത്താവളത്തിൽ വിമാനം ഇറങ്ങുമ്പോ ഇളകിയാടുന്ന തെങ്ങോലകളും മരങ്ങളും ഒക്കെ കാണുമ്പോൾ ഇതാ എന്റെ പുണ്യം നിറഞ്ഞ മണ്ണ് വന്നു, ഇതെനിക്ക് പിറന്ന നാടാണ് എന്ന് പറയുന്ന ഒരു ആവേശം, ഒരു അഭിമാനം, എന്റെ കേരളം എന്റെ അഭിമാനം എന്ന് നിങ്ങൾക്ക് ആവേശത്തോടെ വിളിക്കാൻ കഴിയുമെങ്കിൽ സ്വാസ്ഥ്യം കെടുത്തുന്ന നരാധമന്മാർ ഈ മണ്ണ് വിട്ടു പോകണം. ഈ നാട് വിട്ടു പോകണമെങ്കിൽ നമുക്കൊരു വഴിയേ ഉള്ളൂ. നമ്മുടെ സംഘബലം, നമ്മുടെ സംഘബോധം, നമ്മുടെ സംഘശക്തി എന്താണെന്ന് തിരിച്ചറിയണം. എനിക്കറിയാം നിങ്ങൾക്കത് കഴിയും, നമുക്കത് കഴിയും. കോവിഡിനെ പോലെ കൊറോണ എന്നൊരു കൃമികീടം നമ്മുടെ സ്വാസ്ഥ്യം കെടുത്തിയപ്പോ ആ കൊറോണയെ തകർത്തെറിയാൻ കൈത്താങ്ങുമായി മത്സരിച്ചവരാണ് നമ്മൾ. പ്രളയമെന്ന് നമ്മുടെ മേലെ പതിച്ചപ്പോ 100 കണക്കിന് മനുഷ്യ ചത്തൊടുങ്ങിയപ്പോ പ്രളയത്തിന് കൈത്താങ്ങാകാൻ മലപ്പുറത്ത് നിന്ന് ആൾക്കാർ തെക്കൻ തിരുവിതാംകൂറിലേക്ക് പോയില്ലേ? നമ്മൾ പരസ്പരം സഹായിച്ചില്ലേ? പ്രളയവും കോവിഡിനും ശേഷം കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ഈ രാസലഹരിയുടെ വ്യാപനം. അനുവദിക്കരുത്. ഈ നാട് കൈവിട്ടു പോകാൻ നമ്മൾ അനുവദിക്കരുത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ എല്ലാവരെയും കോഴിക്കോടേക്ക് ക്ഷണിക്കുന്നു. ഈ സ്കൂളിൽ ഞാൻ ഒരു കാര്യം കൂടി പറയുന്നു. 24 എല്ലാ പിൻബലവും ഈ സ്കൂളിലുണ്ടാകും, സ്കൂളിലെ കുട്ടികൾക്കുണ്ടാകും. മാത്രമല്ല നിങ്ങൾക്ക് എന്താവശ്യവും ഞങ്ങളോട് പറയാം. എന്റെ ഫോൺ നിങ്ങൾക്ക് മുന്നിൽ എപ്പോഴും തുറന്നു വെച്ചിരിക്കും. അതേസമയം നിങ്ങൾ എനിക്ക് ഉറപ്പു തരേണ്ട ഒരു കാര്യമുണ്ട്. ഈ സ്കൂളിൽ നിന്ന് രാസലഹരി ഉപയോഗിച്ചു എന്ന് പറയുന്ന ഒരു വാർത്ത പോലും ഞങ്ങളുടെ വാർത്താമുറിയിലേക്ക് വരാൻ പാടില്ല. അതെന്റെ നിർബന്ധമാണ്, എന്റെ ആഗ്രഹമാണ്. ഈ സ്വപ്നം സാക്ഷാത്കരിക്കാൻ എനിക്കൊപ്പം നിങ്ങൾ അണിചേരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒഴിവു ദിവസമായിട്ടും ഇത്രയും നാട്ടുകാരെയും കുട്ടികളെയും അധ്യാപകരെയും ഒക്കെ സംഘടിപ്പിക്കാൻ താല്പര്യം കാണിച്ച ഈ സ്കൂളിന്റെ മാനേജ്മെന്റിനോടും പ്രത്യേകിച്ച് ശ്രീ ബഷീറിനോടും ഞങ്ങൾക്കുള്ള നന്ദിയും സ്നേഹവും ഇവിടെ രേഖപ്പെടുത്തുന്നു. ഇനി ഹാഷ്മി 2 വാക്ക് സംസാരിക്കും. അത് കഴിയുമ്പോൾ വിജയകുമാറിന്റെ ഒരു പ്രതിജ്ഞയാണ്. പിന്നീട് നമുക്ക് ദേശീയ ഗാനത്തോടെ ഈ പരിപാടി അവസാനിപ്പിച്ച് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് കോട്ടക്കലിലേക്ക് ഞങ്ങൾ യാത്രയാകും. നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ പിന്നാലെയുണ്ട് എന്ന ഒറ്റ വിശ്വാസത്തിൽ ഞാൻ അവസാനിപ്പിക്കുന്നു. ഗുഡ് ബൈ. താങ്ക് യു സർ. അടുത്തായിട്ട് പ്രിയപ്പെട്ട ഹാഷ്മി അവരുടെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ചീനിമരച്ചോട്ടിൽ ഞാനൊരു പ്രഭാഷണത്തിന് മുതിരുന്നില്ല. ഈ കെട്ടകാലത്തിന്റെ വ്യാകുലതകളെ പറ്റി SKN ദീർഘമായി തന്നെ സംസാരിച്ചു. അത് ഓരോന്നും ഓരോ വാക്കും ഞങ്ങളുടെ ഈ യാത്രാനുഭവത്തിൽ പറയാം. ഓരോ വാക്കും SKN പറഞ്ഞതിനപ്പുറമാണ് യഥാർത്ഥത്തിൽ. ഏതെങ്കിലും ഒരു ലോക ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനം ഇത്തരത്തിൽ ഒരു സ്പെസിഫിക് വിഷയം ഏറ്റെടുത്തുകൊണ്ട് കാലത്തിന്റെ ഒരു ദൗത്യമായി ഇറങ്ങിയിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷെ രാജ്യചരിത്രത്തിൽ അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഒരു സ്പെസിഫിക് വിഷയത്തിൽ ഒരു സംസ്ഥാന പര്യടനം അല്ലെങ്കിൽ സംസ്ഥാന യാത്ര നടത്തിയിട്ടില്ല എന്ന് ഉറപ്പായും അന്വേഷിച്ചുറപ്പിച്ചു തന്നെ പറയാം. അത്രത്തോളം ഭീതിതമാണ് കാര്യങ്ങൾ. നമ്മളിപ്പോൾ നമ്മുടെ ഈ യാത്ര ഈ പോയ 16-ാം തീയതി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുന്നത് ഏതെങ്കിലും മഹാനടന്മാരോ മമ്മൂട്ടിയോ മോഹൻലാലോ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കളോ അല്ല. നെഞ്ചിൽ നീറ്റലിന്റെ നെരിപ്പോട് എരിയുന്ന 100 അമ്മമാർ
അമ്മമാരിൽ പലരും പുത്രവ്യതയുടെ തീരാദുഃഖം അനുഭവിക്കുന്നവരാണ്. ലഹരിയുടെ നേർക്കുനേർ അനുഭവങ്ങൾ ഉള്ളവരാണ്. ജീവിതകാലത്തോളം കബറിലേക്കോ മരിക്കോ അല്ലെങ്കിൽ ചിതയിലേക്കോ എടുത്തു വെക്കുവോളം ഒരു കാലത്തും മറക്കാനിടയില്ലാത്ത വലിയ വേദനകൾ നെഞ്ചിൽ പേറുന്ന 100 അമ്മമാർ അവരുടെ കയ്യിലെ വിളക്കിൽ നിന്നും ദീപശിഖ കൊളുത്തി ആ ദീപശിഖയുടെ പതാകവാഹകരായി ഞങ്ങൾ 9 ജില്ലകൾ പൂർത്തിയാക്കിയത് 10ാമത്തെ ജില്ലയായ മലപ്പുറം ജില്ലയിൽ എത്തി നിൽക്കുകയാണ്. ഞങ്ങൾ കണ്ട കാഴ്ചകൾ, ഈ യാത്രയിലുടനീളം ഞങ്ങൾ കണ്ട കാഴ്ചകൾ വാർത്താമുറിയിൽ ഞങ്ങൾ പറഞ്ഞതിനേക്കാൾ എത്രയോ മടങ്ങ്, എത്രയോ വലിയ ഗ്രാവിറ്റിയിൽ ഭീകരമാണ് എന്നതിന് ഞെട്ടൽ ഞങ്ങൾ മറച്ചു വെക്കുന്നില്ല. SKN പറഞ്ഞു, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞ കാര്യം, ഒരു വിദ്യാർത്ഥി MDMA അഡിക്റ്റ് ആയ കാര്യം പറയുകയായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥൻ. ആ കുട്ടി ഡിഗ്രി വിദ്യാർത്ഥിയല്ല, ആ കുട്ടി +2 വിദ്യാർത്ഥി പോലുമല്ല, ആ കുട്ടി 10ാം ക്ലാസ് വിദ്യാർത്ഥി പോലുമല്ല, ആ കുട്ടി 4ാം ക്ലാസ്സിൽ മാത്രം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി MDMA അഡിക്റ്റായി എന്നതാണ് സത്യമെങ്കിൽ ഈ പറയുന്ന രീതിയിൽ മുലപ്പാലിന്റെ മണം മാറാത്ത കുഞ്ഞുങ്ങൾ പോലും MDMA വലിച്ചു കയറ്റാൻ ശീലിച്ചുവെങ്കിൽ നമ്മൾ നിൽക്കുന്നത് ഭീകരമായ അവസ്ഥയിലാണ്. അക്കാര്യത്തിൽ തർക്കം വേണ്ട. താമരശ്ശേരിയിലാണ് ഒരു വിദ്യാർത്ഥി വീട്ടിൽ രാത്രി കയറി വരുന്നു, വീട്ടിൽ കോഴിക്കറിയില്ല. ഉമ്മായോട് കോഴിക്കറി ചോദിക്കുന്നു, കോഴിക്കറിയില്ല. അപ്പൊ വാപ്പ 10 മുട്ട വാങ്ങാൻ വേണ്ടി പൈസ കൊടുത്തു വിട്ടു, മുട്ട വാങ്ങിക്കൊണ്ട് മുട്ടക്കറി വെക്കാം. ആ മുട്ട മേടിച്ചുകൊണ്ട് വന്നു, വീട്ടിൽ മുട്ടക്കറിക്ക് അമ്മ സവാള അരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ കത്തി മേടിച്ച് അമ്മയുടെ കഴുത്തറുത്ത് കൊന്നു താമരശ്ശേരിയിൽ ഒരു വിദ്യാർത്ഥി. മറ്റൊരു വിദ്യാർത്ഥി വടിവാളിന് ട്യൂമറിന് ചികിത്സ കഴിഞ്ഞ് വയ്യാതെ തളർന്ന താമരത്തൊണ്ട് പോലെ കിടന്ന ഉമ്മയുടെ കഴുത്തറുത്തു. അതിന് പറയുന്ന കാരണം എന്താണെന്ന് അറിയാം, അവനൊരു കുറ്റബോധത്തിന്റെ ലാഞ്ചനയില്ല. മാധ്യമങ്ങളോട് ഫ്ലൈയിങ് കേസ് കൊടുക്കുകയാണ്, ചിരിച്ചു കളിക്കുകയാണ്. പോലീസുകാർക്ക് മുന്നിൽ യാതൊരു കുറ്റബോധവും ഇല്ല. പറഞ്ഞ കാരണം, ഞാൻ ഈ സ്ത്രീയെ കൊല്ലാനുള്ള കാരണം എന്നെ ജനിപ്പിച്ചതിനുള്ള ശിക്ഷ എന്നാണ് പറയുന്നത്. അപ്പോ അതിനൊക്കെ പ്രേരകമാവുന്ന എന്താണ്? ഇവന്മാരൊക്കെ വലിച്ചു കയറ്റുന്ന ഈ കാളകൂട ലഹരിയാണ്. അങ്ങനെ എത്ര അനുഭവങ്ങൾ നമ്മൾ ഈ പറയുന്ന ഈ കാലയളവിൽ നമ്മൾ കാണുകയാണ്. അച്ഛനെ കൊന്ന മകൻ, തിരുവനന്തപുരത്തെ അച്ഛൻ അടുത്ത് കടയാണ്. കടയിൽ ക്ഷീണിച്ചു വന്ന് ആ സോഫയിലൊന്ന് വിശ്രമിച്ചു, ഒന്ന് കിടന്നതേ ഉള്ളൂ, അപ്പം തന്നെ വെട്ടിക്കൊന്നു ഇറങ്ങി ഓടി അടുക്കളയിൽ 18 വെട്ടാ വെട്ടി സ്വന്തം അച്ഛനെ. ഒരു മകൻ, അച്ഛനെ കൊന്ന മകനെ നമ്മൾ കണ്ടു. +2 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സഹോദരിക്ക് MDMA കൊണ്ടുകൊടുത്തു അഡിക്റ്റ് ആക്കിയ +2കാരനായ സഹോദരൻ നമ്മൾ കണ്ടു. 7 മാസം ഗർഭിണിയായ ചേച്ചിയുടെ വയറ് നോക്കി ചവിട്ടിയ സഹോദരനെ നമ്മൾ കണ്ടു. ഇതിനൊക്കെ കാരണം എന്താണ്? ഇതിനൊക്കെ കാരണം ഈ മാരക ലഹരിയാണ്. ഇനി നമ്മൾക്ക് ഈ തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ഉറച്ച ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ യാത്ര. SKN പറയുന്നുണ്ടായിരുന്നു, നമ്മൾ ഈ സംസാരിക്കുന്ന എവിടെയെങ്കിലും ഇരിക്കുന്ന വല്ല ഈ പറയുന്ന ഡ്രഗ് കാർട്ടലുകൾ, മാഫിയ മുതലാളിമാർ കേൾക്കുന്നുണ്ടാകും. അങ്ങനെ കൊളംബിയയിലെ പാബ്ലോ എസ്കോബാറിനെ പോലെയോ അല്ലെങ്കിൽ മെക്സിക്കോയിലെ ഗുസ്മാനെ പോലെയോ ഒക്കെ ഏതെങ്കിലും രാജ്യത്തിരിക്കുന്ന ഡ്രഗ് കാർട്ടൽ മുതലാളിമാർക്ക് പണമുണ്ടാക്കി തിന്നുകൊടുക്കാൻ നമ്മുടെ യുവാക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ കുട്ടികളെ, നമ്മുടെ ഭാവി തലമുറയെ അവരുടെ ബലിത്തറകളിൽ കുരുതി കൊടുക്കാനില്ല എന്ന് തന്നെയാണ് നമ്മുടെ ഉറച്ച പ്രഖ്യാപനം. ആ പ്രഖ്യാപനം മുന്നോട്ടേക്ക് പോവുകയാണ്. കവി കടമനിട്ട പണ്ടേ പാടിയതാണ്. എന്താണ് പാടിയത്? കാവിലെ കിളിപ്പാട്ട് കണ്ടും പൂവ് കണ്ടും പറന്നു ചെല്ലല്ലേ, കാട്ടിനുള്ളിൽ പതുങ്ങിയിരിക്കും കാടനുണ്ട് കടിച്ചു പറിക്കും, കണ്ണുവേണം ഇരുപുറം എപ്പോഴും, കണ്ണുവേണം മുകളിലും താഴെയും, കണ്ണിനുള്ളിൽ കത്തിജ്വലിക്കും, ഉൾക്കണ്ണു വേണം അണയാത്ത കണ്ണ് എന്ന് കടമനിട്ട് പറഞ്ഞ പോലെ ജാഗ്രതയുടെ കാലങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ പറയുന്ന 10 ജില്ലകൾ പൂർത്തിയാക്കി ബാക്കി ജില്ലകൾ കൂടി കഴിഞ്ഞ് കോഴിക്കോട് കടപ്പുറത്തേക്ക് എത്താൻ പോകുന്നു. കോഴിക്കോട് കടപ്പുറത്ത് അവിടെ കടലിന് സമാന്തരമായി ഒരു മനുഷ്യമഹാസമുദ്രം ഉയരാൻ പോകുന്നു. ആ മനുഷ്യമഹാസമുദ്രത്തിൽ നിന്ന് നമ്മൾ ഉറക്കെ പറയാൻ പോകുന്നു, ഈ പറയുന്ന ഒരു രാസലഹരി വേട്ടക്കാരനും ഇങ്ങോട്ടേക്ക് വേണ്ട. ഇത് കില്ലർ ഡ്രഗാണ് കേട്ടോ. ഈ ന്യൂറോൺസുകൾക്കിടയിലുള്ള ആ പറയുന്ന സ്പേസിന് പറയുന്ന പേര് സിനാപ്റ്റിക് ക്ലസ്റ്റർ എന്നാണ്. കുട്ടികൾക്കറിയാം സിനാപ്റ്റിക് ക്ലസ്റ്റർ എന്നാണ്. ആ ക്ലസ്റ്ററിൽ കയറി കൺഫ്യൂഷൻ ഉണ്ടാക്കി കൂടുതൽ സെറാട്ടോൺ ഉൽപ്പാദിപ്പിച്ച് ജീവിതം മുടിച്ചു കളയുന്ന പരിപാടി. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി ഈ മണ്ണിൽ വേണ്ട. ഞങ്ങൾ ഇതിനേക്കാൾ വലിയ വേട്ടക്കാരെ കണ്ടവരാണ്. ഇത് കേരളഗാന്ധി കേളപ്പന്റെ പിന്മുറക്കാരാണ്, ഇത് വാര്യംകുന്നന്റെ പിന്മുറക്കാരാണ്, ഇത് മലപ്പുറം ശ്രോതാക്കളുടെ പിന്മുറക്കാരാണ്, ഇത് ആലിമുസ്ലിയാറിന്റെ പിന്മുറക്കാരാണ്. ആ ബ്രിട്ടീഷുകാരെ തുരത്തിയ ഞങ്ങൾക്ക് നിങ്ങളൊരു ഇരയല്ല. അതുകൊണ്ട് കടക്ക് പുറത്ത് എന്ന് നമ്മൾ വരുന്ന 20-ാം തീയതി കോഴിക്കോട് കടപ്പുറത്ത് നമ്മൾ പ്രഖ്യാപിക്കാൻ പോകുന്നു. ആ പ്രഖ്യാപനത്തിൽ നിങ്ങളുടെ മുഖം അവിടെ പ്രതീക്ഷ കൊണ്ട് നിൽക്കുന്നു. താങ്ക് യു സാർ. അടുത്തതായിട്ട് വിജയകുമാർ സാർ. ഇതിനുശേഷം നമ്മുടെ ഹാരാർപ്പണമാണ് ഉണ്ടായിരിക്കുന്നത്. ഞാനൊരു പ്രതിജ്ഞ ചൊല്ലാം. അതിനു മുമ്പ് 1-2 ചെറിയ കാര്യങ്ങൾ വേഗത്തിൽ പറയാം. ഇപ്പോൾ SKനും ഹാഷ്മിയും സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ അവധിക്കാലമാണ്. നമ്മൾക്ക് വീടുകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ നമ്മളൊക്കെ എൻഗേജ്ഡ് ആയിരിക്കുന്ന സമയമാണ്. ആ സമയത്തും ഇത്രയും കുട്ടികൾ ഇവിടെ വന്നു എന്നത് വലിയ സന്തോഷമാണ്. അപ്പോൾ നിങ്ങൾ എത്ര ഗൗരവത്തോടെ ഈ വിഷയം ഉൾക്കൊണ്ടു എന്നതിന്റെ ഒരു സൂചന കൂടിയാണ് ഈ ഇത്രയും കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും ഒക്കെ ഇവിടെ എത്തി എന്നുള്ളത്. നമുക്കറിയാം, സ്കൂൾ തുറന്നാൽ കുട്ടികൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് സ്കൂളിൽ തന്നെയാണ്. നമ്മളുടെ മുഖമൊന്നു മാറിയാൽ, നമ്മുടെ മുഖത്തൊരു ഭാവവ്യത്യാസം ഉണ്ടായാൽ അത് ആദ്യം തിരിച്ചറിയുന്ന അധ്യാപകനാണ്, അധ്യാപികയാണ്, ടീച്ചറാണ്.
എന്തു പറ്റി എന്ന് നമ്മളോട് ആദ്യം ചോദിക്കുന്നത് അധ്യാപകനാണ്. അപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അവിടെ ഒരു മോർണിംഗ് അസംബ്ലി ഉണ്ട്. രാവിലെ അസംബ്ലിയിൽ എല്ലാ ദിവസവും ഉണ്ട്, ബുധനാഴ്ച ഒഴികെ എല്ലാ ദിവസവും അസംബ്ലി ഉണ്ട്. അപ്പോൾ അവിടെ എന്റെ ജോലി ആ ദിവസത്തെ മുഴുവൻ മലയാള പത്രങ്ങളിലെയും വാർത്തകൾ എഴുതി അതൊരു ചെറിയ ന്യൂസ് ബുള്ളറ്റിനാക്കി അത് ഉറക്കെ അസംബ്ലിയിൽ വായിക്കുക എന്നതാണ്. അപ്പോൾ കോട്ടയം ജില്ലയിലാണ് ആ സ്കൂള്. അവിടെ എന്റെ ഒരു പ്രിയപ്പെട്ട അധ്യാപകൻ ചന്ദ്രപ്പൻപിള്ള സാർ എന്നാണ് സാറിന്റെ പേര്. സാറിന്റെ ഉറച്ച ശബ്ദമാണ്, നല്ല ശബ്ദമാണ്. അപ്പോൾ ആ സാറാണ് ഞങ്ങളെ കൊണ്ട് ഈ വാർത്ത വായിപ്പി. എന്നെ ആദ്യമായി വാർത്ത വായിപ്പിച്ചത് ചന്ദ്രപ്പൻപിള്ള സാറാണ്. അപ്പൊ ഞാൻ സാറിനെയും ഈ വേദിയിലിരിക്കുമ്പോൾ ഓർക്കുകയായിരുന്നു. അങ്ങനെ നമ്മളുടെ നമുക്ക് എന്തൊക്കെ ആകാൻ പറ്റുമെന്ന് ആദ്യം നമ്മളോട് പറയുന്നത് ആരാ? നമ്മുടെ അധ്യാപകരാണ്. നമ്മുടെ അച്ഛനും അമ്മയും പറയുന്നതിന് മുമ്പ് നമ്മളെ തിരിച്ചറിയുന്നത് ആരാ? നമ്മുടെ അധ്യാപകരാണ്. അപ്പോൾ നമ്മുടെ മുഖത്തൊരു ഭാവമാറ്റം ഉണ്ടായാൽ നമ്മുടെ അധ്യാപകരാണ് തിരിച്ചറിയുന്നത്. അപ്പോൾ ഞാൻ കരുതുന്നത് എടരിക്കോട്ട് സ്കൂളിലെ ഈ അധ്യാപകർക്ക് എല്ലാവർക്കും അവരുടെ മുന്നിലിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ മുഖത്ത് എന്തെങ്കിലും ഒരു ഭാവവ്യത്യാസം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു മാറ്റമുണ്ടെങ്കിൽ, അവരുടെ കാലൊന്ന് ഇടറിയാൽ, കണ്ണൊന്ന് തെറ്റിയാൽ, മുഖമൊന്ന് കറുത്താൽ, കണ്ണൊന്ന് കലങ്ങിയാൽ തിരിച്ചറിയാൻ കഴിയുന്നത് ഈ അധ്യാപകർക്കാണ്. അതിനവർക്ക് കഴിയും. അങ്ങനെയുള്ള ഒരു മക്കളെയും ഏതെങ്കിലും ഒരു രാസലഹരിക്കാരനോ ഏതെങ്കിലും ഒരു അധാർമിക ശക്തിയോ കൊത്തിക്കൊണ്ടു പോകില്ല എന്നെനിക്ക് നല്ല ഉറപ്പുണ്ട്. ഞാൻ ഈ സ്കൂളിനെ പറ്റി ധാരാളം കേട്ടിരിക്കുന്നു. പാഠ്യേതര മേഖലകളിലൊക്കെ വലിയ മികവുള്ള സ്കൂളാണ്. എല്ലാ കലോത്സവത്തിനും കായിക മേളയിലും ശാസ്ത്രമേളയിലും ഒക്കെ എടരിക്കോട് സ്കൂളിനെ പറ്റി കേൾക്കാത്ത ഒരു കാലം ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ നല്ല സ്കൂളിന്റെ മുറ്റത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്ന മുഴുവൻ കുട്ടികളോടും ഞങ്ങൾ ഇത് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ അയൽപക്കത്തും വീടുകളിലും അപ്പുറത്തും ഇപ്പുറത്തും മുന്നിലും പിന്നിലും ഒക്കെയുള്ള മുഴുവൻ ആളുകളോടും നിങ്ങൾ ഇത് പറയണം. നിങ്ങൾ ഓരോരുത്തരും ഈ സന്ദേശം വീടുകളിലും എല്ലായിടത്തും ആളുകൾ കൂടുന്നിടത്തൊക്കെ എത്തിക്കണം. നമ്മൾ നേരിടുന്ന ശത്രു ചെറിയ ആളല്ല, വലിയ 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 ശത്രുക്കളാണ്. അപ്പോൾ അവരോടുള്ള പോരാട്ടത്തിന് നമ്മളുടെ ഓരോ ചെറിയ കൈയും വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചേർത്ത് പിടിച്ച് കൈകൾ കോർത്താണ് നമുക്ക് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകേണ്ടത്. ഇതിൽ നമ്മളാരും നേതാവല്ല, നമ്മളെല്ലാവരും പടയാളികളും സൈന്യവും പോലീസും പട്ടാളവും രാജാവും മന്ത്രിയും സർക്കാരും ഒക്കെയാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരും ഒരുമിച്ച് പോകേണ്ട ഒരു വലിയ യുദ്ധത്തിന് നമ്മളൊക്കെ തയ്യാറെടുക്കുകയാണ്. അതാണ് ഞങ്ങൾ യഥാർത്ഥത്തിൽ കേരളത്തിൽ മുഴുവൻ ഈ യാത്ര നടത്തുമ്പോൾ ആളുകൾ നാലാള് കൂടുന്നിടത്തൊക്കെ ഈ കാര്യം പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഏറെ വൈകി, നമുക്ക് ഇനി ഏറെ ദൂരം പോകാനുമുണ്ട്. അപ്പോൾ ഈ വൈകുന്നേരം ഞാൻ ഒരു പ്രതിജ്ഞ, ഒരു ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലാം. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് അതൊന്ന് ഏറ്റുചൊല്ലിയാൽ നമുക്ക് ഈ വൈകുന്നേരം വളരെ നല്ല മനസ്സോടെ നമുക്ക് ഈ സ്കൂൾ മുറ്റത്ത് നിന്ന് മടങ്ങാം. അപ്പോ ലഹരി വിരുദ്ധ പ്രതിജ്ഞ. എന്റെ കേരളം എനിക്കെന്നും അഭിമാനം. സമൂഹത്തിലെ ദുഷ്പ്രവണതകൾ എന്നെ ആശങ്കപ്പെടുത്തുന്നു. മദ്യവും മയക്കുമരുന്നും കുട്ടികളെ പോലും ഇരയാക്കുന്നു. നിരപരാധികൾ ലഹരി വലയിൽ ബലിയാടാകുന്നു. ലഹരി മാഫിയയുടെ വ്യാപനം ഞാൻ അറിയുന്നുണ്ട്. പ്രത്യക്ഷമായോ പരോക്ഷമായോ ലഹരി പ്രോത്സാഹിപ്പിക്കില്ലെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. സമൂഹത്തെ മുറിവേൽപ്പിക്കുന്ന ലഹരി വ്യാപനം സർവശക്തിയും എടുത്തു തടയുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ. താങ്ക് യു. ആദ്യമായി ഹാരമണിയിക്കുന്നത്, നമ്മളിതിന്റെ സിസ്റ്റം ഇങ്ങനെ ഹാരാർപ്പണവും ഉപഹാര സമർപ്പണവും ഒക്കെ ഉണ്ടാക്കുന്നത് തന്നെ നമ്മുടെ ഗൈഡ്സ് വിഭാഗത്തിൽപ്പെട്ട ജന്ന എന്ന ഒരു വിദ്യാർത്ഥിനിയുടെ വല്യുമ്മ SKN എല്ലാ വാർത്തകളും സ്ഥിരമായി കാണുകയും അദ്ദേഹത്തിനെ നേരിൽ കാണണമെന്ന് ആഗ്രഹിച്ച് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഇങ്ങനെ ചടങ്ങിനെ ഇവിടെ വരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട കതിയക്കുട്ടി എന്ന വല്യുമ്മ, കുട്ടിയുടെ വല്യുമ്മ അവിടെ സ്വന്തം തയ്യാറാക്കിയ ഒരു ഹാരവുമായിട്ട് വന്നിട്ടുണ്ട്. അവരാണ് ഇതിന് തുടക്കം കുറിക്കുന്നത്. അവരെ സ്നേഹത്തോടു കൂടിയിട്ട് ക്ഷണിക്കുകയാണ്. ഇതിൽ വരാം. അടുത്തതായിട്ട് എടരിക്കോട്ട് വളരെ കാലം പ്രവർത്തിച്ച യാഖ എന്ന് പറയുന്ന സാംസ്കാരിക സംഘടനയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട യൂസഫ് തൈക്കാടൻ അവர்கள் അദ്ദേഹത്തിനുള്ള ഹാരമണിയിക്കുന്നു. അടുത്തതായിട്ട് എടരിക്കോട് വ്യാപാര വ്യവസായി ഏകോപന സമിതിയുടെ പ്രസിഡന്റ്, ഈ സ്കൂളിലെ മുൻ വിദ്യാർത്ഥിയും PTA പ്രസിഡന്റുമൊക്കെയായി
സേവനം ചെയ്ത പ്രിയപ്പെട്ട റഹീം ചീമാടൻ ഷോൾ അണിയിക്കുന്നു. നമ്മുടെ ഈ പ്രോഗ്രാം ഫേസ്ബുക്ക് വഴി കണ്ട് ഈ തിരൂർ പ്രദേശത്ത് നിന്ന് എത്തിയ ഷാനിബ് എന്ന് പറയുന്ന ഹാഷ്മിയുടെ ഒരു ആരാധകൻ ഇവിടെയുണ്ട്. അദ്ദേഹം സ്വന്തം തയ്യാറാക്കിയ ഒരു വലിയ ഉപഹാരം. ഞങ്ങൾക്ക് സുപരിചിതനല്ല ഇദ്ദേഹം, പക്ഷേ പരിപാടി കേട്ടറിഞ്ഞ് വന്നതാണ്. അദ്ദേഹത്തെ പ്രത്യേകം ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. അടുത്തായിട്ട് YSCയുടെ സെക്രട്ടറി ഹാരിസ്. യങ്സ്റ്റാർ സ്പോർട്സ് ക്ലബ് എന്ന പേരിൽ വളരെ കാലം പഴക്കമുള്ള എടരിക്കോടിന്റെ സ്വന്തം YSCയുടെ സെക്രട്ടറി ഹാരിസ് ആണ് അദ്ദേഹത്തെ ഷോൾ അണിയിക്കുന്നത്. അതുപോലെ തന്നെ ഈ വിദ്യാലയത്തിന്റെ 7000-ലധികം വരുന്ന രക്ഷിതാക്കളുടെ പ്രതിനിധിയായിട്ടുള്ള PTA പ്രസിഡന്റ് സുധീഷ് പള്ളിപ്പുറത്ത് അദ്ദേഹം ഹാരമണിയിക്കുന്നു. ഈ വിദ്യാലയത്തിലെ പ്രിൻസിപ്പൽ കെ മുഹമ്മദ് ഷാഫി സാർ SKN ഹാരമണിയിക്കുന്നു. ബഹുമാനപ്പെട്ട HM അബ്ദുൽ മജീദ് സാർ SKN ഹാരമണിയിക്കുന്നു. ഈ വിദ്യാലയത്തിലെ ഡെപ്യൂട്ടി HM-ഉം വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറുമായ പ്രിയപ്പെട്ട പ്രമോദ് സാർ അദ്ദേഹം തന്നെ പകർത്തിയ ഫോട്ടോ ഫ്രെയിം ചെയ്ത് 24 ടീമിന് സമർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട SKN, ഹാഷ്മി, വിജയകുമാർ എന്നിവർ 3 പേരും ചേർന്ന് സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പ്രമോദ് സാർ ഒപ്പിയെടുത്ത ഫോട്ടോയാണ്. അത് ഫ്രെയിം ചെയ്ത് 24 ചാനലിന് സമർപ്പിക്കുകയാണ്. അക്ഷര വായനശാലയുടെ പ്രതിനിധികളായി പ്രമോദ്, ഈ വിദ്യാലയത്തിലെ ടീച്ചേഴ്സായിട്ടുള്ള നസീമ, റാണി, രാജീവ് എന്നിവർ ചേർന്ന് ഷോൾ അണിയിക്കുകയാണ്. അക്ഷര വായനശാലയുടെ പ്രതിനിധികളായി പ്രമോദ്, രാജീവ്, റാണി, നസീമ എന്നിവരെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ വിദ്യാലയത്തിലെ SMC ചെയർമാൻ പ്രിയപ്പെട്ട VT സുബൈർ തങ്ങൾ SKN ഹാരമണിയിക്കുന്നു. മാനേജ്മെന്റ് കറസ്പോണ്ടന്റ് PM ആശി സാർ ഈ വേദിയിൽ SKN ഹാരമണിയിക്കുകയാണ്. ബുഖാറ ലൈബ്രറി അരനൂറ്റാണ്ട് കാലമായി എടരിക്കോടിനെ വായന പഠിപ്പിച്ച ബുഖാറ ലൈബ്രറിയുടെ പ്രസിഡന്റ് ശശിധരൻ സാറ് അദ്ദേഹത്തിനുള്ള ഹാരമണിയിച്ചുകൊണ്ട് വേദിയിലേക്ക് വരികയാണ്. MPTA പ്രസിഡന്റ് നജില മാഡം പ്രിയപ്പെട്ട SKN ഹാരമണിയിക്കുന്നു. ഈ വിദ്യാലയത്തിലെ വിവിധ അധ്യാപക സംഘടനയുടെ ഭാരവാഹികൾ പ്രിയപ്പെട്ട SKN ഹാരമണിയിക്കുന്നു. AKSTU ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട പത്മരാജ് CK, KSTU PKM യൂണിറ്റ് സെക്രട്ടറി ഫൈസൽ മാസ്റ്റർ, KPSTA ഭാരവാഹി റസ്ലം, KPSTയുടെ ഭാരവാഹി ജില്ലാ സെക്രട്ടറി പ്രിയപ്പെട്ട T അബ്ദുൽ ഗഫൂർ സാർ, സ്റ്റാഫ് സെക്രട്ടറി സുനിൽ സാർ, നമ്മുടെ SRG കൺവീനർ ഇസ്ഹാഖ് അറക്കൽ, വിമുക്തി കമ്മിറ്റി അംഗം റഫീഖ് മാസ്റ്റർ,
ഇത്രയാണ് പറഞ്ഞ ആളുകളുള്ളത്. ഇനി ആരെങ്കിലും ഇത് കരുതി വന്ന ആളുകളുണ്ടെങ്കിൽ ഓക്കെ, സോറി. നമ്മുടെ ഗൈഡ്സ് വിദ്യാർത്ഥി അമ്നയുടെ ഉമ്മു ഹബീബ നേരത്തെ പറഞ്ഞതാണ്. അവര് സ്വന്തമായി തയ്യാറാക്കി കൊണ്ടുവന്ന ഒരു പൂമാല പ്രിയപ്പെട്ട SKN അണിയിക്കുകയാണ്. നമ്മുടെ മുൻ PTA പ്രസിഡന്റും ഈ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയും SMC വൈസ് ചെയർമാനുമായ പന്തക്കൻ ഖാദർ ഹാജി മഹലിന്റെ എടരിക്കോട് മഹലിനെ കൂടെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ട ഖാദർ ഹാജി അവരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. KMCC ഗ്ലോബൽ KMCCയുടെ എടരിക്കോട് കോർഡിനേറ്റർ പ്രിയപ്പെട്ട സുബൈർ പന്തക്കൻ, നമ്മുടെ PTA സീനിയർ അംഗവും YSCയുടെ മുൻ സെക്രട്ടറിയുമായ മജീദ് പോക്കാട്ട്. മജീദ് സാർ പ്ലീസ്. അടുത്തായിട്ട് ബഹുമാനപ്പെട്ട മാനേജർ SKN നമ്മുടെ വിദ്യാലയത്തിന്റെ എളിയ ഉപഹാരം സമർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ മാനേജർ ഈ പ്രവർത്തനങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്ത് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട മാനേജർ ബഷീർ സാർ SKN എളിയ ഉപഹാരം നൽകുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ വിജയകുമാർ സാർ ഇവിടെ ഈ ടീമിലുള്ളത് നമ്മൾ അറിയില്ലായിരുന്നു. ഏതായാലും ഹാഷിമിക്ക് ഒരു മൊമെന്റ് കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സോറി പ്രിയപ്പെട്ട മാനേജർ തന്നെ നൽകുകയാണ്. ഓക്കെ, രണ്ടുപേരും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മുടെ ഹാഷ്മിയുടെ ആരാധകൻ എന്തോ ഒന്ന് പറയാണ്ട്, ഒറ്റ മിനിറ്റ്. ഞാൻ ഷാനിബ് തിരൂര് എന്നും 24th രാവിലത്തെ 6 മോർണിംഗ് വാക്ക് കാണുന്ന ആളാണ്. ഞാൻ നമ്മളെ SKN സാറിന് കുറെ ഫ്രെയിം ഫോട്ടോ ഫ്രെയിം കുറെ വെച്ച് നമ്മളെ ക്രിസ്ത്യൻ ചെയ്യുന്ന ആളാണ്. ഞാൻ ഫാനാണ്. പ്രവീഷ് കർണാടന്റെ ഫാനാണ് ഞാൻ. പ്രവീണിന്റെ ഒപ്പം മരിച്ച് നോമ്പ് 19 വല്ലാത്ത സങ്കടമുണ്ട്. എന്റെ ഒപ്പം മരിച്ചിട്ട് ഒരാൾ 24th ക്രിസ്ത്യൻ ചേച്ചി കാണാൻ വന്നില്ല. ഒന്ന് കാണാൻ വരാൻ പറയണം കേട്ടോ. ഓക്കെ, താങ്ക് യു. അല്ല, ഞങ്ങൾ 3 പേർക്കും കൂടെ ഒന്നിച്ച് ഞങ്ങൾ ഇത് വാങ്ങുന്നുള്ളൂ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ഞങ്ങൾ 3 പേരുടെ ചേർന്നാണ് തെരഞ്ഞെടുപ്പ് ഫലമൊക്കെ പറയുന്നത്. ഹാഷ്മി, ഞാൻ, വിജയകുമാർ, ഞങ്ങളൊരു ത്രിമൂർത്തികളാണ് ഈ കരുതി. അങ്ങ് ഖത്തറിലിരുന്ന് കണ്ടിട്ടുണ്ടാവും ഇലക്ഷൻ സ്പെഷ്യൽ. നമ്മുടെ ഈ ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ 2 വാക്ക് സംസാരിക്കും. അഭിവന്ദനായ നമ്മുടെ ശ്രീകണ്ഠൻ നായർ സാർ, മറ്റ് 24 ടീം, പ്രിയമുള്ള അധ്യാപകരെ, നാട്ടുകാരെ, രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, വളരെ മഹത്തരമായിട്ടുള്ള ഒരു പ്രോഗ്രാം. നമ്മുടെ ഇന്നത്തെ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നാം മുന്നിട്ടിറങ്ങേണ്ട ഒരു പരിപാടിയുടെ ഒരു സമാപനമാണ് ഇന്ന് നടക്കുന്നത്. പക്ഷേ ഇതൊരു സമാപനമല്ല, നമ്മൾ ഒരു വലിയ ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുകയാണ്. അതിന് നമ്മുടെ സ്കൂൾ തന്നെ 1,00,000 പേരിലേക്ക് ഈ ഒരു സന്ദേശം എത്തിക്കാനുള്ള ഒരു വലിയ കർമ്മ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്തുടനീളം ഈ ലഹരിക്കെതിരായിട്ടുള്ള ഈ ഒരു പ്രയാണം SKN സാറിന്റെ നേതൃത്വത്തിൽ നടക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മൾ കൈകോർത്താൽ ഈ ഒരു വിപത്തിനെ തുരത്താൻ കഴിയുമെന്ന പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി ഇവിടെ ഈ പ്രോഗ്രാമുമായി എത്തിയുള്ള ശ്രീകണ്ഠൻ നായർ സാറിനും ഹാഷ്മി സാറിനും വിജയകുമാർ സാറിനും അടക്കമുള്ള മുഴുവൻ 24 ടീമിനും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും എല്ലാവിധ കൃതജ്ഞതയും അറിയിച്ചുകൊണ്ട് ഈ പരിപാടി നമ്മുടെ ദേശീയ ഗാനത്തോടെ അവസാനിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക്സ് സർ. ഒരു ഹാരാർപ്പണം കൂടിയുണ്ട്. നമ്മുടെ എടരിക്കോട് യങ് ചാലഞ്ചേഴ്സ് വളരെ നേരത്തെ വന്നതാണ്. അവിടെ വായിക്കാൻ വിട്ടുപോയതാണ്. പ്രിയപ്പെട്ട ഹുസൈൻ തങ്ങൾ, അദ്ദേഹം നേരത്തെ സാറിനെ കാണാൻ വേണ്ടി വന്ന ആളാണ്. എടരിക്കോട് യങ് ചാലഞ്ചേഴ്സിന് വേണ്ടി അദ്ദേഹം പ്രത്യേകം ഹാരം അണിയിക്കുന്നു. ഇനി നമ്മുടെ
ഇനി ഞങ്ങൾക്ക് നമ്മുടെ ഈ സ്കൂൾ മാനേജർ അദ്ദേഹം ഖത്തറിലാണെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ ഒരു വലിയൊരു ഉപകാരം അദ്ദേഹത്തിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ ഞെട്ടരുത്, ഇതിൻ്റെ മോഹവില, ഞങ്ങളുടെയൊക്കെ മോഹവില 500 കോടിയും, എന്നാൽ ഇതിൻ്റെ ഒറിജിനൽ വില 350 രൂപയാണ്. 350 എല്ലാത്തിനും വില കൂടുതലല്ലേ. താങ്ക് യു. അടുത്തായിട്ട് ഈ ചടങ്ങ് ദേശീയ ഗാനത്തോടു കൂടിയിട്ടാണ് അവസാനിക്കുന്നത്. ലക്ഷ്മി രേഷ്ന, പ്ലീസ് കം. ഒരു ഫോട്ടോ വേണം, ഒരു ഫോട്ടോ ആരും. ഓക്കെ, താങ്ക് യു. ഓക്കെ ഓക്കെ. ഓക്കെ, കളിച്ച കുട്ടികള് ഫ്ലാഷ് മോബില് ഗൈഡ്സ് സ്റ്റുഡൻസ് ഇവിടെ കളിച്ച ടീമില് അവർ പോയിരുന്നു ഉണ്ടോ? ഓക്കെ ഓക്കെ, ഗൈഡ്സിന്റെ മുംതാസ് ടീച്ചർ, അതുപോലെ ഇതിന്റെ SNA ഇവിടെ ഉണ്ടോ? ഓക്കെ, വരൂ. മുംതാസ് പോയോ? SPC സൂര്യ. ഓക്കെ സാറേ, ഗൈഡ്സിന്റെ ക്യാപ്റ്റനാണ്. ഗൈഡ്സ് ഒരു ഇതായി ടീച്ചറെ, ഇത് SPCയുടെ ചാർജുള്ള ആളാണ്. ബാബു ഷിയാബ് ഇവർ കൊടുത്താൽ ഇവർ വാങ്ങിച്ചോളൂ, അവർ കൊടുത്തോളൂ. സ്റ്റെപ്പിന് വാങ്ങിച്ചോ. ഓക്കെ സാർ, ഓക്കെ അല്ലേ? ഓക്കെ, നാഷണൽ ആന്തം. ജനഗണ